ഇത് നമ്മൾ പറഞ്ഞുതരാം അങ്ങോട്ട്. അപ്പൊ ഇനി ഞങ്ങൾ പറഞ്ഞു തരാം നിങ്ങളോട്, അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾ മനസ്സിലാക്കിച്ചു തരാം എന്ന ഒരു ആ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തുകയാണ്. അപ്പൊ ആ മാനസികാവസ്ഥയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരിൽ ഇങ്ങനെയുള്ള അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്ന സ്റ്റേജ് ആണ്. ഈ സമയത്ത് അവരുടെ ഫ്രണ്ടൽ ലോബ് വളർന്നു വരാൻ കുറച്ച് സമയം എടുക്കും. ബാക്കിയൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ടാവും. ഫ്രണ്ടൽ ലോബിലാണ് ശരിയായ ഒരു തീരുമാനം എടുക്കാനും ഒരു പക്വതയിലേക്ക് അവർ എത്തുക. പക്ഷെ അതവിടെ സംഭവിച്ചിട്ടുണ്ടാവില്ല. ബാക്കിയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പൊ അവരെങ്ങനെ ഹൈ റേഞ്ചിൽ എത്തി നിൽക്കുകയായിരിക്കും. പക്ഷെ ശരിയായ ഒരു തീരുമാനമോ ഒരു കാര്യപ്പെട്ട ഒരു ഇതിലേക്കോ അവർ എത്തിയിട്ടും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു 21 വയസ്സിന് ശേഷം 24 വയസ്സ് ആയി തുടങ്ങി വരണം ഏകദേശം ഇവരുടെ പൂർണ്ണ വളർച്ചയിലേക്ക്, അതായത് ബ്രെയിനിന്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അതിൽ ഉൾക്കൊള്ളുക. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഒരു അപകട സാധ്യതകളെ കുറിച്ച് ഇവർക്ക് വലിയ ബോധമൊന്നും ഉണ്ടാവില്ല. അപകടമൊന്നും വരില്ല, അതൊക്കെ എനിക്ക് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന ചിന്താഗതി ഉണ്ടാവും. അപ്പം ഇവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്റ്റോം സ്റ്റേജ് എന്ന്. അതായത് കൊടുങ്കാറ്റിന്റെ അവസ്ഥ. കൊടുങ്കാറ്റ് പോലെ ഇവരിങ്ങനെ പറക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് കത്തിക്കേറാം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി ഇവരിൽ ഉണ്ടാവും. അതിങ്ങനെ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ ഒരു ഇതില് അവരെ വിശേഷിപ്പിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ. പിന്നെ ലൈഫ് എൻട്രൻസ് കോച്ചിങ് ടൈം എന്ന് പറയാം നമുക്ക് ഈ ഒരു സമയത്ത്. നമ്മൾ പലതിനും എക്സാമിനൊക്കെ ഒരു എൻട്രൻസ് എക്സാം ഒക്കെ എഴുതും അല്ലെ, അടുത്ത സെഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് അവരുടെ കോച്ചിങ് ടൈം, അവരുടെ ആ ഒരു എൻട്രൻസ് എക്സാം എഴുതുന്ന ലൈഫിന്റെ. അപ്പൊ ഇവിടെ പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അടുത്ത നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നീറ്റൊക്കെ എക്സാം ഒക്കെ എഴുതിയിട്ട് അടുത്ത കാറ്റഗറിയിലൊക്കെ നമ്മൾ പോകാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ കിട്ടിയിട്ടില്ലെങ്കിലോ? അതുപോലെയാണ് ഇവിടെയും. അപ്പൊ അത് കിട്ടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. അവരെ നല്ല രീതിയിലേക്ക്, നല്ലൊരു അടുത്ത ലെവലിലേക്ക് അവരെ എത്തിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവർക്ക് അനുകരിക്കാനുള്ള ത്വരയുണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അല്ലെ. പിന്നെ ഇവർക്ക് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഓടിച്ചു പോവാം. നമ്മളിങ്ങനെ ലാസ്റ്റിലേക്ക് എത്തുമ്പോ ഇങ്ങനെ കാസറ്റ് വലിഞ്ഞു പോകുന്ന ഒരു ഫീൽ ഉണ്ടാവും, ഇങ്ങനെ പോകും. അപ്പോ എന്ത് ചെയ്യാം? അപ്പൊ ഇവർക്ക് പാസ്റ്റ് ഹിസ്റ്ററീസ്, നമ്മുടെ കുറേ കാര്യങ്ങൾ, നമ്മളുടെ ചൈൽഡ്ഹുഡ്, നമ്മൾ വളർത്തി വന്ന ആ ഒരു ഇതിനനുസരിച്ചൊക്കെ ഓരോരുത്തരിലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അതിനനുസരിച്ച് അവരെ കൈകാര്യം ചെയ്യേണ്ട മെത്തേഡ്സും വ്യത്യസ്തമാണ്. ഇത് പരിഹരിക്കേണ്ട, അതായത് അവരെ ഒന്ന് കൈകാര്യം ചെയ്യണമെങ്കിൽ ചെറിയ പരിഹാരങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ ഈ പരിഹാരങ്ങളും വ്യത്യസ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ പാസ്റ്റ് ഹിസ്റ്ററി കുട്ടികളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ തോന്നി, എന്താ ഇവരെന്താ ഇത്ര പറഞ്ഞിട്ട് കേൾക്കാത്തത്, എന്താ മനസ്സിലാവാത്തത്? അപ്പൊ പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് വളർന്നു വന്ന സാഹചര്യത്തിനനുസരിച്ച് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് ഓനെ കണ്ടില്ലേ, ഇവനെ കണ്ടില്ലേ, ഇവളെ കണ്ടില്ലേ, അവളെ കണ്ടില്ലേ എന്ന ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് നമ്മൾ ആദ്യം ഒഴിവാക്കുക. അപ്പൊ ഇവര് വളർന്നു വന്ന ആ ഒരു ഹിസ്റ്ററിക്ക് അനുസരിച്ച്, അവരുടെ ചൈൽഡ്ഹുഡ് സിറ്റുവേഷൻ അനുസരിച്ച് അവരിൽ എന്തുണ്ടാവും? മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ 2, 3, 4 മക്കളെ വളർത്തിയിട്ടുണ്ടാവും. മൂത്തവനെ പോലെയല്ല രണ്ടാമത്തവൻ. അല്ലെങ്കിൽ അവനൊരു പാവ, അവളാ ഒരു രക്ഷയില്ലാത്തത്. ഇപ്പൊ ആണ് പെണ്ണെന്നൊന്നും ഇല്ല. താരതമ്യം തമ്മിൽ ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല അവർക്ക്. അപ്പൊ ഈ കമ്പയറിങ് നമ്മൾ നടത്തുന്നതിന്റെ മുമ്പേ നമ്മൾ ഈ കുട്ടികളെ വളർത്തിയ രീതിയും, മൂത്തവരെ വളർത്തുമ്പോ ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയോ ആ കുട്ടി വളർന്നു വന്ന സിറ്റുവേഷനിലൂടെ ആയിരിക്കില്ല അടുത്ത കുട്ടി വളർന്നത്, അടുത്ത കുട്ടിയെ ഗർഭം ധരിച്ചത്. ചിലപ്പോൾ മൂത്ത കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം. രണ്ടാമത്തെ കുട്ടിയൊക്കെ ആയപ്പോഴേക്കും, അല്ലെങ്കിൽ മൂന്നാമത്തെ കുട്ടിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വേറെ വീടൊക്കെ എടുത്ത് പോയി. പിന്നെ ഞങ്ങൾ കുറച്ചൊരു ഇതിലൊക്കെ ആയിരുന്നു. അപ്പൊ അതിൻ്റെതായ മാറ്റമൊക്കെ ചെറിയ കുട്ടിക്കുണ്ട്. വലിയ കുട്ടിയൊക്കെ ആയപ്പോ ഞങ്ങള് ഒരുമിച്ചായിരുന്നു, കൂട്ടത്തിലായിരുന്നു താമസിച്ചിരുന്നത് എന്നൊക്കെ പറയുന്ന പാരന്റ്സും ഉണ്ട്. അപ്പൊ അവർക്ക് എവിടെയോ ഒരു സ്പാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങള്. ചിലവർക്ക് ഒറ്റപ്പെട്ട ലൈഫിൽ നിന്നായിരിക്കാം പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം എന്നല്ല അവർക്ക് കിട്ടിയിട്ടുള്ള
കുറെ കാര്യങ്ങളുടെ അതായത് അവർ മനസ്സിലാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരിലെ വളർച്ചാ ഘട്ടത്തിൽ പല പെരുമാറ്റ രീതികളും ഉണ്ടായി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ അമ്മയുടെ ഗർഭകാലം ബാധിക്കുന്നുണ്ട്. മുലകുടിപ്രായം, അവർക്ക് പാല് കൊടുക്കുന്ന സമയങ്ങളിൽ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങൾ, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ളതാണ്. പക്ഷെ ഇതൊക്കെ ബാധിക്കുന്നുണ്ട്. ഗർഭകാലത്ത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ, പല കാര്യങ്ങളും അത്രയും സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ഒക്കെ ഇരിക്കണം എന്നൊക്കെ പറയുന്നത് കുട്ടിയെ ബാധിക്കും. ഒരു ടീനേജിൽ എത്തുന്ന കുട്ടിയെ ഈ ഒരു കാര്യങ്ങളൊക്കെ ബാധിക്കും. അവിടെ നിന്നൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് അല്ലെ. നമ്മൾ പറയാറില്ലേ, നമ്മൾ ചെയ്യാറില്ലേ, നമ്മൾ പല തെറാപ്പികളും ഹീലിങ്സും ഒക്കെ ചെയ്യാറില്ലേ, ഇന്നർ ചൈൽഡ് ഹീലിംഗ്. അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മൾക്ക് ചെറുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ മുലകുടി പ്രായം എന്ന് പറയുന്നത് കുട്ടി പാല് കുടിക്കുന്ന ഒരു സമയം എന്ന് നമുക്ക് ഇവിടെ അതിന് പറയുന്ന ഒരു പേരാണ് ഓറൽ സ്റ്റേജ്. അതായത് ഓറലായിട്ട് വായ കൊണ്ട് അല്ലെങ്കിൽ വായ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് എന്നാണ് പറയുന്നത്. ആ സമയത്തും അമ്മയുടെ മാനസികാവസ്ഥ, കുട്ടി നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങള്, എപ്പോഴും ടെൻഷനും പ്രഷറും ആലോചനയും ഒക്കെ ആയിട്ടുള്ള ഒരു അമ്മ ഇങ്ങനെ പാല് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ, ഇതിനൊക്കെ പലതും കണക്ട് ചെയ്തിട്ടുണ്ടാവാം. അതിനെക്കുറിച്ചും കുറേ നേരം സംസാരിക്കേണ്ട. ആ ഒരു പാല് കൊടുക്കുന്ന ഒരു രീതി, പറയുന്ന വാക്കുകള്, നമ്മള് ഏത് നേരം കരച്ചിലാണ്, എപ്പോഴും കുടിക്കാൻ വേണം, എത്ര കൊടുത്താലും മതിയാവില്ല, ഇത് വിടൂല, പറയൂല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മ ഒരു സ്നേഹിച്ചിട്ടല്ലാതെ നമ്മൾ ചില സമയത്ത്, എപ്പോഴും അമ്മമാർ അങ്ങനെ ചെയ്യുന്നവരും അല്ല, ചെയ്യാൻ പറ്റൂയില്ല. പക്ഷെ ചിലപ്പോ നമ്മളിങ്ങനെ മൊത്തത്തിലൊരു അസ്വസ്ഥതയിൽ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുട്ടികൾ അതൊരു കരച്ചിലും ഒരു ഞെട്ടലും ഒക്കെ അവർക്ക് വരുന്നുണ്ടെങ്കിൽ അവരിൽ എന്തോ ഒന്ന് കയറിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ ഒരു നമ്മുടെ ഒരു വളർച്ചാ ഘട്ടത്തെ 3 കാറ്റഗറി ആയിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ്? 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ, അല്ലെങ്കിൽ 3 വയസ്സ് വരെ ഒരു സ്റ്റേജ്, 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെ എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് 7 മുതൽ 14 വരെ, 14 മുതൽ 21 വരെ 3 സ്റ്റേജാണ്, 3 വളർച്ചാ ഘട്ടങ്ങളാണ്. അതിലേക്ക് 7 വയസ്സ് വരെ എന്ന് പറയുന്നത് ഒരുപാട് ശിക്ഷണങ്ങളും കമാൻഡിങ്ങും നമ്മളിങ്ങനെ ഈ ചെയ്യണം, ചെയ്തോളണം എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ആ അടിച്ചമർത്തലുകളൊക്കെ നമ്മൾ കുറച്ച് കുറയ്ക്കുക, അല്ലെങ്കിൽ പാടില്ല എന്ന് തന്നെ സാരം. കൗമാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. കൗമാരത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് വായ പൊളിച്ചിട്ട് വല്ലാത്തൊരു കഥ തന്നെ എന്ന് നമ്മൾ പറയാതെ അതിന്റെ മുമ്പേ നമ്മൾ കുട്ടികളെ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് കൂടുതൽ അവരെ ഇത് ചെയ്യാതെ, പ്രഷർ ചെയ്യാതെ, അവരെ കൽപ്പിക്കാതെ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പറഞ്ഞാല്, നമ്മളിപ്പോ ഒരു കുട്ടി എന്താടാ ഇതിവിടെ ഇട്ടിട്ടുണ്ട്, ഒരു മിഠായി കഴിച്ചിട്ട് കടലാസ് നിലത്തിട്ടു, ഇതെന്താ അവിടെ കൊണ്ടുപോയിട്, അപ്പുറം കൊണ്ട് കളയും, അല്ലെങ്കിൽ പുറത്ത് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മൾ മക്കളിട്ട് വരട്ടും. പക്ഷെ അത് അവരെ പഠിപ്പിക്കണം. അവർ കുട്ടികൾ കടലാസുകളായാലും വേസ്റ്റുകളായാലും ഒരു പഴത്തിന്റെ തൊലി ആയാലും അവരങ്ങനെ നിലത്തിടാൻ പാടുണ്ടോ? അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അതിന്റെ സ്ഥാനത്ത് വെക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് വെച്ചിട്ട് കാണിച്ചു കൊടുക്കുക. മോനെ ഇത് ഇവിടെ ഇടാൻ പാടില്ല, മോൾ എന്താ ഇത് ഇവിടെ വെച്ചത്, ഇവിടെ അല്ല, ഇത് വേസ്റ്റ് അല്ലേ, ഇത് നമ്മൾ അവിടെ കൊണ്ടുവച്ച് വെക്കണം, അല്ലെങ്കിൽ ഇവിടെയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന്റെ ഒരു ഏരിയ, അത് എവിടെയാണോ നമ്മൾ വെക്കുന്നത്, അത് ഏത് ഡസ്റ്റ്ബിൻ ആണോ, ഇനി അല്ലെങ്കിൽ പുറത്തേക്കാണോ, കളയേണ്ട ഏരിയ എവിടെയാണോ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ കൊണ്ടുപോയി കാണിച്ചു തരും. കാണിച്ചു തരും, ഇത് ഇങ്ങനെ ഇടണേ, ഇങ്ങനെ കളയണേ എന്ന് പറയും. അത് നമ്മളൊരു 3-4 വയസ്സ് വരെയുള്ള കുഞ്ഞിനോടൊക്കെ നമ്മൾ പറയും, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അവര് 5, 6, 7 വയസ്സാവുന്നത് വരെ അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. പിന്നെ 8 വയസ്സ് മുതൽ വലിയ വിഷയമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്താണ്, അവരത് പ്രോപ്പറായിട്ട് ചെയ്യും. നമുക്ക് കുട്ടികളോട് ഏറ്റവും കൂടുതൽ പരാതി കുട്ടികളെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുള്ള കൗമാരക്കാരെ കുറിച്ചാണ്. ഒന്നിനും ഒരു ശ്രദ്ധയില്ല, ഒരു സാധനം അടുക്കിപ്പെറുക്കി വെക്കൂല, അഴിച്ചിടുന്നതൊക്കെ അങ്ങനെ അവിടെ ഇട്ടേച്ച് പോവും അല്ലെ, ഒരു സംഗതി എടുത്തു വെക്കൂല, എല്ലാം നമ്മൾ കയ്യിലെടുത്ത് കൊടുക്കണം, ഒന്നും കാണൂല. അവരുടെ റൂമിൽ കയറിയാൽ വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ഈ 7 വയസ്സ് വരെ നമ്മളൊരു ലെവലിൽ കൊണ്ടുവന്ന മക്കളാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഓക്കെ ആയിരിക്കും. പിന്നെ കൗമാരത്തിൻ്റെതായ അവരുടെ പെട്ടെന്നുണ്ടായ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. ഓക്കെ,
നമ്മൾ ഈ 8, 9, 10 വയസ്സ് വരെ കുട്ടികളല്ലേ വിചാരിച്ചിട്ട് നമ്മൾ അതുവരെ അത് കാണുന്നില്ല എന്നേ ഉള്ളൂ. 10 വയസ്സ് കഴിഞ്ഞാൽ സൗണ്ട് ഇല്ലേ? സൗണ്ട് കുറവാണ് എന്ന് പറയുന്നു. 10 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ വടിയെടുക്കും, അല്ലെങ്കിൽ പണി തുടങ്ങും. അവരെ കുറിച്ച് മോശമായിട്ടും ആയിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കും. നമുക്ക് പറ്റാതെ ആവും ഇതിറ്റിങ്ങള് അങ്ങനെ അവരിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. ഇനിയിപ്പോ 14 വയസ്സിന് ശേഷം 14 അല്ലെങ്കിൽ 7 വയസ്സ് വരെ നമ്മൾ അവരോടൊപ്പം കളിക്കുകയാണ് വേണ്ടത്. അവരെ നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക വേണ്ടത്. അത് ഓരോരുത്തർ റിലീജിയനിൽ എടുത്ത് നോക്കിയാൽ വരെ പറയുന്നുണ്ടാവാം. പ്രവാചക വചനം എത്ര സുന്ദരം. യെസ്, അതാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ റിലീജിയൻ ബേസ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാലും 7 വയസ്സ് വരെ ശരിക്കും പഠിപ്പിക്കാൻ വരെ പാടില്ലെന്ന് പലതും. പക്ഷെ 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരെ കൂടെ ഇരുത്തി കൂടെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിപ്പിച്ച് ചെയ്യിപ്പിക്കുക. അപ്പൊ അവിടെ കമാൻഡിങ്, അവിടെ നിർബന്ധം കൊണ്ടുവരിക, ചെയ്യണം, കൽപ്പന കൊണ്ടുവരിക. ആ സമയത്ത് നിങ്ങൾ ഇത് ചെയ്യണം. അത് ബ്രെയിൻ ഡെവലപ്മെന്റ് കാര്യമായിട്ട് നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് കേട്ടോ. അപ്പൊ നീ ഇന്നത് തന്നെ ചെയ്യും, നീ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്ന നമുക്ക് പറയാം ആ സമയത്ത്. ഓക്കെ, ഈ 14 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മര്യാദ പഠിപ്പിക്കുക. 14 വയസ്സ് കഴിഞ്ഞാലല്ല, 14 വയസ്സ് വരെ അവരെ നമ്മൾ എന്ത് ചെയ്യാം? മര്യാദ പഠിപ്പിക്കുക. പല മര്യാദകളും നമ്മൾ അവരെ പഠിപ്പിക്കാനുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും. അപ്പൊ ഇത് എപ്പം തുടങ്ങണം? ആഫ്റ്റർ 7, ബിഫോർ 14. ഇതാണ് നമ്മുടെ ബെസ്റ്റ് ടൈം. ഈ 7-നും 14-നും ഇടയിലുള്ള സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനും, ചെറുതായിട്ടൊന്ന് തല്ലേണ്ടി വന്നാൽ തല്ലാനും, ശകാരിക്കാനും, അവരെ മര്യാദകൾ, ഒരുപാട് മര്യാദകളുണ്ട്, മര്യാദകളൊക്കെ പഠിപ്പിക്കാം. ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറേണ്ടതും അവരോട് സംസാരിക്കേണ്ടതും ഇടപഴകേണ്ടതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, പിന്നെ പലതും പറയാറുണ്ട് അല്ലെ. നിസ്കരിക്കാനൊക്കെ നമുക്ക് ആ സമയത്ത് ശകാരങ്ങൾ കൊടുക്കാനും അടിവരെ നമുക്ക് കൊടുക്കാം എന്ന് പറയുന്നത്, അതൊക്കെ എപ്പോഴാ പറയുന്നത്? 10 വയസ്സിന് ശേഷമല്ലേ പറയുന്നത്? 7 വയസ്സിന് ശേഷം തുടങ്ങാനാ പറയുന്നത്. അപ്പൊ 14 വയസ്സ് വരെ ഇത് ചെയ്യാം. 14 വയസ്സ് കഴിഞ്ഞാലോ? കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ തുടർന്നു പോവാ. പിന്നെ വടി വലുതാക്കുക. എല്ലാരും ചെയ്യാൻ തയ്യാ? വടി വലുതാക്കുക, വാക്കുകൾക്ക് മൂർച്ച കൂട്ടുക, പ്രവർത്തികളിൽ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ കൊണ്ടുവരിക. പ്രവർത്തികളിൽ എന്താണോ അവൻ അതിന്റെ ഓപ്പോസിറ്റേ ഞാൻ പറയൂ എന്ന രീതിയിലാണ് നമ്മുടെ ഇവിടുന്ന് ആളുകളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് എടുക്കുന്നത്. 14 വയസ്സ് കഴിഞ്ഞ് വലിയതായില്ലേ, വലുതാവാൻ പോവല്ലേ, അപ്പൊ ഇനി ഇങ്ങനെ ഒന്ന് നിന്നാ പോരാ, കുറച്ചൊന്ന് ഇതാവണം എന്ന ഒരു ചിന്തയിലേക്കാണ് സാധാരണഗതിയിൽ പാരന്റ്സ് പോവാറ്. പക്ഷെ നേരെ തിരിച്ചാണ് വേണ്ടത്. 14 വയസ്സ് കഴിഞ്ഞ കുട്ടികളെടുത്ത് എന്താ ചെയ്യേണ്ടത്? ഫ്രണ്ട്സ് ആവുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കൂട്ടുകാരെ പോലെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഒരു കാറ്റഗറിയെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ ആ കാര്യങ്ങള് ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാവുക. ഇനിയിപ്പോ ഫ്രണ്ടായിട്ട് തോളുമ കൈയിട്ടൊന്നും കൊണ്ടു നടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവരിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കുക, അത് എന്തുകൊണ്ടാണ് എന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ വശങ്ങൾ അവരെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്നെ കൊണ്ട് ഒന്നും നടക്കൂല, നീ നന്നാവൂല, പറഞ്ഞിട്ട് കാര്യമില്ല, മതിയാക്കി. ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാല് ഇതെന്താ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയണ്ട, ഞാൻ നിർത്തിയതാ, ഞാൻ പറച്ചില് നിർത്തിയതാ. ഇവിടത്തെ ഒരു എന്താ പറയാ, ഇവിടുത്തെ ഒരു മഹതിയുടെ കുറെ കലാവിരുദ്ധ, അല്ലെങ്കിൽ അത് അങ്ങനെ ഇതിങ്ങനെ ആളുകൾ വരുമ്പോ അവരുടെ മുന്നിൽ വെച്ചിട്ട് പോലും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പോലും നമ്മളെ മക്കളെ പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ മക്കളെ കുറിച്ചിട്ട് സംബോധന ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഒഴിവാക്കിയ കേസാ, ഇനി മതി, നിർത്തി, ഇനി ഒരു തരത്തില് ഞാനുമായിട്ട് എന്താ തോന്നിയ പോലെ ആവട്ടെ, അവരെ ഇഷ്ടത്തിനൊക്കെ നടക്കട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ നമ്മൾ തന്നെ ഒരു ശാപവാക്കുകളും മടുപ്പുകളും പറയുമ്പോ അവര് ആ ഒരു അവസ്ഥയിലേക്കാണ് പോവുക. അപ്പൊ അവിടെയാണ് നമ്മൾ പോസിറ്റീവ് സ്ട്രോക്കിന്റെ പ്രാധാന്യം. പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ. അവര് നന്മ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, അവര് പല കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും. നമ്മള് അവരൊരു 10 കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു പക്ഷേ 7 എണ്ണവും നല്ലതായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ 3 എണ്ണം
ഒരു 3 കാര്യം ആ കുട്ടി ചിലപ്പോ എന്തെങ്കിലും ഒരു ഇതില് കുറച്ച് നമ്മളെ സംബന്ധിച്ച് കുറച്ചൊരു ഇതുണ്ടാവും, പ്രശ്നം ഉണ്ടാവും. പ്രശ്നക്കാരനായിരിക്കാം, പ്രശ്നക്കാരിയായിരിക്കാം. പക്ഷെ നമ്മൾ എടുത്തു പറയും എന്താ അറിയും, അത് പൊതുവെ എല്ലാരും റിലേഷൻഷിപ്പ് എല്ലാത്തിലും, മക്കളുടെ കേസ് എന്നല്ല, ഈ 3 കാര്യം അത് ചെയ്തില്ല, ഇതാക്കിയില്ല, അതങ്ങനെ ആക്കി, ഇതിങ്ങനെ ആക്കി എന്ന്, അല്ലേ? അപ്പോ കുട്ടികൾക്ക് നേരെ തിരിച്ചായി. ഇനി തിരിച്ചായിരിക്കാം, ഒരു 7 കാര്യം മോശമായിട്ടാ ചെയ്തത്, എന്നാലും 3 കാര്യമെങ്കിലും, ഒരു കാര്യമെങ്കിലും നന്നായിട്ട് ചെയ്തല്ലോ എന്ന് നമ്മൾ തിരിച്ച് ചിന്തിച്ചാൽ എപ്പോ തുടങ്ങുന്നു, അപ്പം അവരിൽ മാറ്റം വരും എന്നാണ്. ഇതൊക്കെ സൈക്കോളജിക്കലി ഉള്ളതാണ് കേട്ടോ. ഇതൊരു വെറുതെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കൊണ്ടുവരാനല്ല, സൈക്കോളജിക്കലി പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾ ആ രീതിയിൽ ചിന്തിച്ച് നോക്കൂ, അപ്പൊ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ മക്കളിലും വ്യത്യാസം ഉണ്ടാവും. അവർ ചെയ്തല്ലോ. ചില വീടുകളിൽ ഉണ്ടാവുന്നതാണ് പാരന്റ്സില് അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം. അമ്മ ചിലപ്പോ അങ്ങനെ പോസിറ്റീവായിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ ചിലപ്പോ അത് കുട്ടികളല്ലടോ, അവര് ഇത് ഇങ്ങനെ വെച്ച് വരുന്നല്ലേ ഉള്ളൂ, അറിയുന്നല്ലേ ഉള്ളൂ, നീ ഇങ്ങനെ എല്ലാത്തിനും വയ്യാലെ നടന്ന് ചൊറിയുന്ന എന്തിനാ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ടാവും. അപ്പം അത് തന്നെ സപ്പോർട്ട് ചെയ്തോളി, നിങ്ങൾ ഇങ്ങനെ ആക്കിക്കോളി, അല്ലേ? നീ എന്ത് പറഞ്ഞാലും ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും അപ്പം സപ്പോർട്ട് ചെയ്യാന് ആളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഒരാൾ ഓക്കെയാണ്, മറ്റേ ആൾ ഇങ്ങനെയാണ്. അപ്പോഴും തലവേദന എന്താണ്? കുട്ടിക്ക് അപ്പോഴും എന്താണ്? തുടങ്ങി. അപ്പൊ അച്ഛനും ആരാണ്? അമ്മയും ആ കുട്ടിയും ഒന്നാവും, അല്ലെങ്കിൽ അച്ഛനും ആ കുട്ടിയും ഒന്നാവും. എന്നിട്ട് എന്താ പറയും? എന്നിട്ട് എന്താ പറയാ? തുടങ്ങി, ചൊറിച്ചിൽ തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെയാക്കാൻ തുടങ്ങി. അപ്പൊ ഇവരെന്ത് ചെയ്യും? ആ വ്യക്തിയോട് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യാൻ തുടങ്ങും, പലതും ഓപ്പൺ ആവാതെ, പലതും പറയാതെ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. നമുക്കാണെങ്കിലോ അവര് നമ്മളെ അടുത്ത് എല്ലാം പറയണം എന്ന് ആഗ്രഹം. എന്നാ ഇതിറ്റിങ്ങൾ എന്താ പറയാത്ത എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. പറയാനുള്ള ഒരു കാര്യപ്പെട്ട സ്പേസ് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് സാരം. ഓക്കെ. അപ്പൊ ഇനി കൗമാരക്കാരെ 3 കാറ്റഗറി ആയിട്ട് നമുക്കൊന്ന് തിരിക്കാം. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാണ് കേട്ടോ. ഗ്രീൻ കാറ്റഗറി, റെഡ് കാറ്റഗറി, ബ്ലാക്ക് കാറ്റഗറി, ഇങ്ങനെ 3 ടൈപ്പ് കൗമാരക്കാരുണ്ട് എന്ന് വിചാരിക്കാം. ഇത് ഗ്രീൻ കാറ്റഗറി എന്ന് പറയുന്നത് അവരിലെ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവരുടെ കുഴപ്പമൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയതൊക്കെ ഉണ്ടാവും. പക്ഷെ അവരത് മാറാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും. നമുക്ക് കുറെയൊക്കെ പറഞ്ഞു കൊടുത്ത് ശരിയാക്കി എടുക്കാനും അവരും എനിക്ക് മാറണം എന്നുണ്ട്, എന്നെ ഒന്ന് മാറ്റി തരുമോ, ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാണ്, എന്നെ ഒന്ന് പുഷ് ചെയ്ത് തന്നാൽ മതി, എന്നെ ഒന്ന് ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഇങ്ങനെ പറയണേ, അല്ലെങ്കിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അവരെ ഇരുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടികളുടെ റിയാക്ഷൻ ഇങ്ങനെയായിരിക്കും. അവരെയാണ് ഗ്രീൻ കാറ്റഗറി പിള്ളേർ എന്ന് പറയുന്നത്. ഈ കാറ്റഗറി ഒക്കെ പാരന്റ്സും ഉണ്ട് കേട്ടോ, ഗ്രീനും റെഡും ബ്ലാക്കും ഒക്കെ പാരന്റ്സും ഉണ്ട്. ഇപ്പൊ കുട്ടികളെ വെച്ചിട്ടാ പറയുന്നത്. അപ്പൊ റെഡ് കാറ്റഗറിയിൽ വരുന്നതാണ് അടുത്ത വിഭാഗം. ഇവരെന്താണ്? ഇവർക്കും പ്രശ്നങ്ങൾ, കൗമാരക്കാർക്ക് പ്രശ്നം ഉണ്ടാവും, ഇല്ലാന്നൊന്നുമില്ല. അപ്പൊ ഇവർക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാ അവർക്ക് വലിയ മാറണമെന്നില്ല, അതിനിപ്പോ എന്താ വലിയ കുഴപ്പമൊന്നുമില്ല, അല്ലേ? ഇതിപ്പോ എന്താ അങ്ങനെ പോയാൽ മതി എന്നുള്ള ഒരു ലെവലാണ്. അവരെ മാറ്റിയെടുക്കാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അവർ ഉള്ളോണ്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ടീമൊന്നും അല്ലല്ലോ. പക്ഷെ പാരന്റ്സിനും ടീച്ചേഴ്സിനും ഇവർക്കൊക്കെ അറിയാം ഈ ഈ ഈ ആൾക്ക് അല്ലെങ്കിൽ ഈ കുട്ടിക്ക് എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം എന്നൊക്കെ പാരന്റ്സിന് മനസ്സിലാവും, ടീച്ചേഴ്സിന് മനസ്സിലാവും. അവർ ഡിസ്കസ് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. പയ്യെ പയ്യെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ടാവും. കുറച്ച് മെനക്കേട് വേണ്ടി വരും. കാരണം എന്താ, അവൻ സ്വമേധയാ അങ്ങ് വരികയല്ലല്ലോ മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാറ്റഗറിക്കാണ് നമ്മൾ റെഡ് കാറ്റഗറി എന്ന് പറയുന്നത്. എന്നാൽ ഇത് രണ്ടും അല്ലാത്തൊരു വിഭാഗമാണ് ഡാർക്ക് ഓർ ബ്ലാക്ക് കാറ്റഗറി എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മനസ്സിലാക്കി എടുപ്പിക്കലോ, അവരെ മാറ്റലോ, അവരൊരു കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെത്തേഡിനോ വേറെ എന്തെങ്കിലും ഒരു ടെക്നിക്കോ ഒന്നും ഉപയോഗിച്ചിട്ട് ഇവരെ ഒരു തരത്തിലും മാറാൻ കഴിയില്ല. മനസ്സിലായോ? അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. അതിന് ഒന്നും കഴിച്ചാൽ നടക്കാത്ത ഒരു ടീമാണ് ഇവര്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുന്നില്ലേ, അവരെ മാറ്റിയെടുക്കാനുള്ള ടെക്നിക്സ് വേറെ രീതിയിലുണ്ട്, അത് പറയാം. എന്നാലും ഇവരെ എന്തൊക്കെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ടൊന്നും ഇവർ തീരെ സപ്പോർട്ട് ചെയ്യൂല, കോപ്പറേറ്റീവ് ആവൂല. അവർക്ക് പുല്ല് വില. ആ, അവരിങ്ങനെ കണ്ണുമലെടുത്ത്
എന്നൊക്കെ പറഞ്ഞ് ഒന്നാമത് ഇവർ വരൂല. ഇനി വന്നു കിട്ടിയാൽ തന്നെ നമുക്ക് അങ്ങനെയുള്ള കേസ് എന്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. എത്ര നല്ലോണം നിന്നാലും പറയുന്നതൊക്കെ ഇങ്ങനെ കേൾക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ ഇതൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരു മനോഭാവത്തിൽ തന്നെ ആയിരിക്കും അവരിയ്ക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ തൽക്കാലം. ബാക്കി അവരെ കുറിച്ച് ആ ഒരു കാറ്റഗറിയെ കുറിച്ചൊക്കെ നമുക്കൊരു അടുത്ത സെഷനിൽ കൂടുതൽ വിശദമായിട്ട് പറയാം. പിന്നെ ഇതൊക്കെ കേട്ടു മനസ്സിലാക്കി. ഇനി ഇവരൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് അറിയണ്ടേ? വേണ്ടേ? ഈ ഒരു കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇവർ കൈകാര്യം ചെയ്യാന് ഭയങ്കര ക്ഷമയോടുകൂടി, ഒരു സഹാനുഭൂതിയോട് കൂടിയിട്ട് അവരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരും നോട്ട് ചെയ്തോളൂ, ഓരോരുത്തരും ശ്രദ്ധിച്ചോളൂ. കൗമാരക്കാർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചും അവരെ വളരെ ക്ഷമയോട് കൂടിയിട്ട് അവരെ ശ്രദ്ധിക്കുക, അവരെ മനസ്സിലാക്കുക. മീൻസ് അവരുടെ കാര്യങ്ങൾ സഹാനുഭൂതി കൊണ്ടുവരിക. അങ്ങനെ അവരെ മനസ്സിലാക്കിയിട്ട് അവരെ ഓരോ കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്യാൻ തുടങ്ങുക. പറയുന്ന കാര്യങ്ങൾ തടസ്സപ്പെടുത്താതെ കേൾക്കാൻ ശ്രമിക്കുക. അവര് പറയുമ്പോൾ അവര് മാത്രം സംസാരിക്കട്ടെ. അപ്പൊ നമ്മൾ കയറി ഇടപെട്ട് അതെന്താ അങ്ങനെ, നീ ഇങ്ങനെ പറയുന്നത്, അങ്ങനല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനുള്ള കുട്ടികളിട്ട് മുഴുവനാക്കുകയില്ല. അവർക്കിട്ട് നമ്മൾ പറയുന്നത് തിരിച്ചൊന്നും മനസ്സിലാവുകയില്ല. അപ്പൊ അവര് പറയുന്നത് പൂർണ്ണമായും തടസ്സപ്പെടുത്താതെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക. അടുത്ത കാര്യമാണ് വികാരങ്ങളെ അംഗീകരിക്കുക എന്നുള്ളത്. അവരുടെ വികാരങ്ങളെ അംഗീകരിക്കുക. വികാരങ്ങളില്ലേ, അവർക്ക് മാറ്റങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. അവരുടെ ഫീലിങ്സും ഇമോഷൻസിനും ഒക്കെ നമ്മൾ വാല്യൂ കൽപ്പിക്കുക. അവരുടെ ഫീലിങ്സിനും ഇമോഷൻസിനും നമ്മൾ വാല്യൂ കൽപ്പിച്ചു തുടങ്ങിയാൽ അവർ തിരിച്ചും നമ്മളെയും വാല്യൂ കൽപ്പിക്കും. നമ്മൾ അവരെ ബഹുമാനിക്കുക. ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മറ്റുള്ള ഒരാളുടെ കാര്യമാണ് പറയുന്നത്. എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ കൗമാരത്തിലേക്ക്, ഓരോരുത്തരുടെയും കൗമാരത്തിലേക്ക് പോവാം. നമുക്ക് എന്തൊക്കെയോ കിട്ടാതിരുന്നില്ലേ? എന്നാൽ നമുക്ക് എന്തൊക്കെയോ കിട്ടിയതിൽ ഞാൻ ഒരുപാട് എന്താണ് എന്റെ വളർച്ചയ്ക്ക് ആ ഓരോ കാര്യവും കാരണമായിട്ടില്ലേ എന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഞാൻ എന്റെ കൗമാരത്തിൽ, എന്റെ നല്ല സമയത്ത്, നമുക്കൊക്കെ ഇപ്പൊ പറയുമ്പോ കൗമാരക്കാലം എന്നല്ല, എന്റെ നല്ല കാലം, എന്റെ നല്ല സമയം അല്ലെ? ഒരുവിധപ്പെട്ടവർക്കൊക്കെ നല്ല സമയം എന്നാ പറയും. അപ്പൊ എന്റെ നല്ല സമയത്തൊന്നും നമുക്കൊന്നും ഇങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല, നമ്മളോട് ഇങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളോട് എന്തൊക്കെയോ ആരൊക്കെയോ പറയണമെന്നോ നമ്മളെ ചേർത്ത് പിടിക്കണമെന്നോ വിചാരിച്ചത് നമ്മളിപ്പോ മക്കൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക, നാളെ അവരും പറയാതിരിക്കാൻ. അപ്പൊ എന്താ, അവരോട് അവരുടെ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അംഗീകരിക്കുക? മോനെ പറഞ്ഞ ശരിയാ ശരിയാ, ഒക്കെ ശരി 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 എന്ന് പറയാനല്ല, അംഗീകരിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നിപ്പിക്കണം. നിനക്കിപ്പോ വല്ലാത്ത വിഷമമുണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നീ വല്ലാത്തൊരു സ്ട്രെസ്സിലാണ് അല്ലെ, ഒരു അസ്വസ്ഥത ഉണ്ട് അല്ലെ, കുഴപ്പമില്ല, നമുക്കത് ശരിയാക്കാം, ഇപ്പൊ തൽക്കാലം ഒന്ന് ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുമ്പോ ആ പാരന്റ്സ് എന്നെ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉപ്പയ്ക്ക് എന്തോ ഒരു ഇത് വന്നിട്ടുണ്ട്, നമ്മളെ തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഉമ്മ കാര്യങ്ങളൊക്കെ ചോദിച്ചല്ലോ, ആ ഒരു ഫീൽ അവർക്ക് വരും. ഇനി ഉപ്പയും ഉമ്മയും ഒന്നും അല്ലെങ്കിലും അങ്കിളായാലും ആന്റി ആയാലും സഹോദരങ്ങളായാലും അവരെടുത്ത് ഇരുന്നിട്ട്, എടാ ഇങ്ങനെ വല്ലാത്തൊരു പ്രശ്നം കേട്ടു, നീ ഭയങ്കര ഇതിലാണോ, ആകെ അസ്വസ്ഥാണ്, വെറുതെ അല്ല 2-3 ദിവസമായിട്ട് നിന്റെ മുഖം കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിലേക്ക്. എന്തിനു പോയി, വേണ്ടാത്ത കാര്യത്തിന് എന്തിനു പോയി? കിട്ടണോ, നിനക്കത് വേണം, നീ അത് അനുഭവിക്കണം അല്ലെ? ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോ ആലോചിക്കേണ്ടിയിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന വാക്കുകള്. അനുഭവിച്ചോ, ഒരു തരത്തിലുള്ള സപ്പോർട്ടില്ല. അനുഭവിച്ചോ, അപ്പൊ ഈ ഒരു കാര്യം വീട്ടിൽ അറിഞ്ഞതേ പ്രശ്നമായി. ഇനി മുതൽ അവരെ അറിയിക്കാതെ നോക്കും, ഒരു കാര്യവും നമ്മളിലേക്ക് എത്തിക്കാതെ നോക്കും. എന്തിനാ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട്? ഒരു പ്രശ്നം വന്നിട്ട് എന്താ മക്കളെ നമ്മളടുത്ത് പറഞ്ഞാ പോരായിരുന്നോ നിങ്ങൾക്ക് എന്ന് ചോദിക്കും. എന്തിന്? അപ്പൊ അവരുടെ എക്സ്പ്രഷൻ വരെ കാണണം. എന്തിന്? നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്നിട്ട് ഇവിടെ കിടന്നിട്ട് കളിയാക്കാനോ, അല്ലെങ്കിൽ ഇവിടെ കിടന്നിട്ട് അതും ഇതും പറയാനോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ പാത്തിട്ട് പൂട്ടാനോ? അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് തന്നെ പറയാൻ മക്കൾ പറഞ്ഞങ്ങ് പോകും. ഇതും പറഞ്ഞു പോകും അല്ലെ? ഒരു കാര്യമില്ല, നിങ്ങളൊന്നും അറിയിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ അറിയേണ്ടതാണെങ്കിൽ നിങ്ങളടുത്ത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾ ആ വഴിക്ക് പോകും. ഇത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ബിഹേവിയർ ആണ്. സ്വന്തം പാരന്റ്സിനെ
അവർ ആ ഒരു സമയത്ത് അതിൻ്റെതായ വാല്യൂവിൽ കാണുന്നില്ലെങ്കിൽ നമ്മൾ അവരെ ആ സമയത്ത് വാല്യൂ കൽപ്പിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് വേണ്ടത് അവർ അംഗീകരിക്കുക, പരിഗണിക്കുക, ബഹുമാനിക്കുക എന്നുള്ളതാണ്. പിന്നെ അവർ പ്രശ്നങ്ങളൊക്കെ അവർ നമ്മളോട് പങ്കുവെക്കാൻ വരുന്ന സമയത്ത് ഉടനടി ഉപദേശം കൊടുക്കാതെ അവരെന്ത് ചെയ്യാറിയോ, അവരെ കുറച്ച് മനസ്സിലാക്കി ഇങ്ങനെ കാണ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ അവരെ കുറച്ച് സപ്പോർട്ട് ചെയ്ത രീതിയിൽ തന്നെ, ഇങ്ങനെ ഉപദേശം കൊടുത്ത് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അതല്ല, ചെറിയ രീതിയിൽ അവരിലേക്ക് മെല്ലെ ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ കാണ് എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പോയിന്റ്. അപ്പൊ നിർദ്ദേശങ്ങൾക്ക് പകരം ചോദ്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്, അതൊരു ടെക്നിക്കാണ്. നമ്മള് നിനക്ക് നീ ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യ, ഇനി മുതൽ ഇവിടുന്ന് ഇറങ്ങണ്ട അല്ലെങ്കിൽ പോവണ്ട, ആ കൂട്ടുകെട്ട് വേണ്ട, ആ അങ്ങനെ നമ്മൾ പറയുന്നതിന് പകരം അതൊരു നമ്മൾ എന്താണ് അത് ഉപദേശിക്കുകയാണ് അല്ലെങ്കിൽ കൽപ്പിക്കുകയാണ്. അതിന് പകരം അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക പല കാര്യങ്ങളും. അത് എന്താണ് ഇങ്ങനെ പറ്റിയത്, അല്ലെങ്കിൽ ഇത് അതിന് എന്തെങ്കിലും നീ കാണുന്നുണ്ടോ, അങ്ങനെയൊക്കെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ആയി പോവാൻ, അല്ലെങ്കിൽ ഇപ്പൊ വേറെ മക്കളാണെങ്കിൽ നീ എന്താ പഠിക്കാത്തൊരു സിറ്റുവേഷനിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു, ഒരു ചോദ്യമാണ്, അതിനൊരു തക്കതായ ആൻസർ കുട്ടിയുടെ ബ്രെയിൻ പിന്നെ ചിന്തിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സംഭവം കുട്ടിയുടെ മനസ്സിലൂടെ ആ സമയത്ത് കടന്നു പോവുകയും അതിനൊരു കറക്റ്റ് ഒരു വൃത്തിയുള്ള മറുപടിയിലേക്ക് കുട്ടി ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ പോസിറ്റീവായിട്ടുള്ള ആശയവിനിമയം നടക്കുക. ഈ ഫോണിന് ഞാനിന്ന് ലാപ്ടോപ്പ് ഒന്നും എടുത്തിട്ടില്ല, ഫോണിന്റെ ബാക്കിൽ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു ഇത്, അപ്പൊ അത് തട്ടി ഇങ്ങനെ താഴോട്ട് വീഴാണ്. അപ്പൊ പോസിറ്റീവ് ആശയവിനിമയം നടത്തുക എന്നാണ്. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, അതും പോസിറ്റീവായിട്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള അത് ഇതും പറയാ എന്നുള്ളതല്ല, വളരെ പോസിറ്റീവായിട്ട്, വളരെ അവരുമായിട്ട് ഇഴുകി ചേർന്നിട്ട് ഫ്രണ്ട്സുമായിട്ട് ഇടപഴകാനും ഫ്രണ്ട്സിനോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യം ഈ സമയത്ത് വരുന്നത് എന്തുകൊണ്ടാ അറിയാം, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എല്ലാം കേട്ടിരിക്കും, എല്ലാം ഒരു ചിന്താഗതിയൊക്കെ കുറെയൊക്കെ ഒരേപോലെ ആയിരിക്കും. അപ്പോ ഫ്രണ്ട്സായി മാറുക എന്ന് പറയുന്നത് എന്താണ്, 14 വയസ്സ് കഴിഞ്ഞ പിള്ളേരോട് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ഇവരോട് കുറെ കാര്യങ്ങള് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അതിരുകൾ നിശ്ചയിക്കുക, ഒരു അതിരുകൾ അവരെ നിശ്ചയിച്ചിട്ട് അവരോട് കുറച്ച് കാര്യങ്ങൾ പറയാം. വ്യക്തവും ന്യായവുമായ നിയമങ്ങൾ ഉണ്ടാക്കി സ്ഥിരത കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ എല്ലാം ഇങ്ങനെ കൈവിട്ട് പോവുക എന്നുള്ളതല്ല, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിയമങ്ങൾ നമ്മൾ കൊണ്ടുവരണം. ഇപ്പൊ രാവിലെ എഴുന്നേക്കണം, നീ ഇന്ന സമയത്ത് എഴുന്നേക്കണം, നിർബന്ധമാണ് എഴുന്നേക്കണം. അപ്പൊ തോന്നിയ മൈരി കൗമാരല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ, 10 മണിക്കും 11 മണിക്കും എഴുന്നേറ്റോട്ടെ, എപ്പോഴെങ്കിലും കിട്ടുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ്, ഉറക്കിന്റെ കാര്യം മാത്രമല്ല പലതും. നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞു, അവൻ വാങ്ങിച്ചിട്ടില്ല, അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ ഭയങ്കരമായിട്ട് നിന്നെ ഒന്നും ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, അതങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഒഴിവാക്കിയിട്ട് എന്ത് പറയാ, നിർബന്ധമായിട്ടും നീ ചെയ്യണം, നീ അത് ചെയ്യേണ്ട തന്നെയാണ്. ഒരു നിനക്ക് ബുദ്ധിമുട്ടാണോ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് വന്നാല്, അധികം 5 മണിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാക്സിമം 6, അതിൽ കൂടുതലൊന്നും കിടക്കാൻ പറ്റൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആ ഒരു സ്റ്റൈലിൽ സംസാരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ അത് ഇത് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് കഴിയൂല, പറ്റൂല, അല്ലെങ്കിൽ ഓരോക്കെ ആ ചെക്കനൊക്കെ ഞാൻ വരുന്ന സമയത്ത് ഞാൻ പള്ളിയിൽ പോകുമ്പോ അവനുണ്ട് പള്ളിയിൽ, ഇത് ഇവിടെ അങ്ങനെ കിടന്നുറങ്ങുന്നത്, ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമ്പോ അവിടെ വേറെ മെത്തേഡാണത്. ആ മെത്തേഡല്ല, ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുന്ന രീതിയുണ്ട്. പറഞ്ഞു നോക്കുക. അപ്പൊ എപ്പോഴും ഒന്നും ഫലിച്ചോളന്നില്ല, എന്നാലും ആ രീതിയിൽ അവരെടുത്ത് കറ്റൻഡർ ആയിട്ടാണെങ്കിൽ പോലും സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം. ചെയ്യണം, അത് ചെയ്യണം. 6 മണി വരെ മാക്സിമം. 5:30 എഴുന്നേക്കണം എന്നാണ് എന്റെ ഒരു ഇഷ്ടം. ഇനിയിപ്പോ നിനക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഒരു 6 മണി വരെ, അതിൽ കൂടുതലൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു കൊടുക്കുക, ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാം. പിന്നെ നമ്മളെക്കാളും നല്ല മെത്തേഡ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, ഓരോരുത്തരും ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ, മക്കളെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടാവുമല്ലോ. ആ മെത്തേഡൊക്കെ അങ്ങോട്ട് കൈകാര്യം ചെയ്യാം, നല്ലത് പോസിറ്റീവ് ആയത് മാത്രം. പിന്നെ അവരെ സ്വതന്ത്രരാക്കുക, സ്വാതന്ത്ര്യം അനുവദിക്കുക. കൗമാരായി പിടിച്ചു വെക്കണം അവരെ. ചിലപ്പോൾ കണ്ടത്തൂടെ അതിലൂടെ ഇതിലൂടെ ഒക്കെ കളിക്കാനൊക്കെ വിട്ടിട്ടുണ്ടാവും.
കൗമാരത്തിലേക്ക് എത്തി, ഇനി ശരിയാവൂല, ഇനിയൊരു പിടുത്തം വേണം. അങ്ങനെ പിടിച്ചിട്ട് കാര്യമുണ്ടോ? അവരെ സ്വതന്ത്രരാക്കുക. അവര് കുറച്ചിങ്ങനെ പോവുകയും വരികയൊക്കെ ചെയ്യട്ടെ. അല്ലെങ്കിൽ കുറച്ച് അവരുടേതായ ഒരു പ്രൈവസി കാര്യമൊക്കെ കൊടുക്കാം. പക്ഷെ എന്താണ് അതിലും നമ്മൾ ഈ ഒരു ചെറിയൊരു ശ്രദ്ധയും കാര്യങ്ങളും ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുമ്പോൾ അവർക്ക് വല്ലാതെ പ്രൈവസി വേണമെന്നൊന്നും അവർ ആഗ്രഹിക്കില്ല. നമ്മൾക്കും അവിടെ എൻട്രി ഉണ്ടാവും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറിയ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ തന്നെ പ്രേരിപ്പിക്കുക. തീരുമാനങ്ങൾ അവരെ കൊണ്ട് എടുപ്പിക്കുക കൂടുതലും. നീ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം കൊടുക്കുക. എന്താ ചെയ്യേണ്ടത്? നീ തന്നെ പറ. എന്താ അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങളായാലും വീട്ടിലെ ചില ചില കാര്യങ്ങളായാലും അവരെ കൊണ്ട് നിങ്ങൾ ഒരു തീരുമാനം എടുപ്പിക്കുക. ഇങ്ങനെ ഇങ്ങനെ ചെയ്യാലേ, എന്താ നിന്റെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അവരുടെ അഭിപ്രായം കൂടെ ചോദിക്കുമ്പോൾ അവർ അതിലെന്തായി, ഉത്തരവാദിത്തപ്പെട്ടവരായി. അപ്പൊ അവർക്ക് ഉത്തരവാദിത്തം നമ്മൾ കൊടുത്തു. അത് കൗമാരക്കാരെ സംബന്ധിച്ച് വളരെ വലുതാണ്. അവർക്ക് എന്തോ നീ കിട്ടിയ ഒരു ഫീലാണ്. അവരെ നമ്മൾ അംഗീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. ഓക്കെ. പിന്നെ ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങളൊക്കെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അതിലൊക്കെ അവർ ഭയങ്കരമായിട്ട് സന്തോഷം. പിന്നെ പല ടൈപ്പ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഏത് മെത്തേഡിലാണ് എന്ന്. ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നല്ല രീതിയിൽ പറയണം എന്നൊക്കെ പറഞ്ഞു. പല ടൈപ്പ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അത് എങ്ങനെയെന്നും കൂടെ പറഞ്ഞുതരാം. പല രീതിയിൽ അവരോട് സെറ്റിംഗ് ലിമിറ്റ്സ്, ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവരോട് സ്വകാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക. നീ ഇങ്ങനെ ചെയ്തത് നമുക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതുണ്ടല്ലോ, തമാശ രൂപേണ കാര്യങ്ങൾ പറയാം. നമ്മളൊരു ആക്കി വർത്താനം പറയലില്ലേ? ഒരാളോട് ഒരു കാര്യം പറഞ്ഞിട്ട് ആ ആൾക്ക് ചെയ്യാൻ പറ്റിയില്ല, പോട്ടെ, വിട്ടു, നമ്മൾ വിട്ടു എന്നൊക്കെ പറയും. അപ്പൊ ഈ കുട്ടികൾക്ക് അത് ഉള്ളത്തറയ്ക്കും. പക്ഷെ നമ്മൾ പറഞ്ഞ മെത്തേഡ് എന്താ? ഇങ്ങനെയാണ്. അയ്യോ ഞാൻ വിട്ടുപോയതാണ്, സോറി, ഞാൻ നാളെ അത് എന്തായാലും ചെയ്യാം, ഇന്ന് എനിക്ക് മറന്നുപോയത്. കുഴപ്പമില്ല, പറഞ്ഞേ ഉള്ളൂ, നാളെ ചെയ്താൽ മതി. എന്നാല് അങ്ങനെ പറയുമ്പോണ്ടല്ലോ, നമ്മളിവിടെ ഒരാളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആവുമ്പോ ആ ഒരു ആക്കി ഊക്കി വർത്താനമാണെങ്കിലും അതിലൊരു രസമുണ്ട്, അല്ലെ? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താൻ നോക്കുക നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ, ആ രീതിയിൽ. അപ്പൊ അയ്യോ പറ്റുക, സോറി, മറന്നുപോയി എന്നൊക്കെ മക്കൾ പറയുമ്പോ, അല്ലെങ്കിൽ എപ്പോഴാ മറക്കാത്തത്? എന്താ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ചെയ്തത്? എന്തെങ്കിലും ഒന്ന് ഒരു കറക്റ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് നമ്മുടെ മറുപടികൾ, അല്ലേ? എന്നാ മറ്റേ സ്റ്റൈലാണെങ്കിൽ എത്ര രസമുണ്ട്, വീട്ടിലും വലിയ പ്രശ്നങ്ങളില്ല, അങ്ങനെ അങ്ങ് പോകും. എന്നാൽ നമ്മൾ നമ്മുടെ കാര്യം അവരോട് പറയുകയും ചെയ്തു. ഇതേപോലത്തെ മെത്തേഡ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇൻഡയറക്റ്റ് അപ്രോച്ച്. ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ നടത്താം, നേരിട്ടല്ലാതെ. അവരുടെ ഫ്രണ്ട്സിനെയോ അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അവരിലേക്ക് എത്തും എന്ന് തോന്നുന്ന കുറച്ച് വ്യക്തികളൊക്കെ നമ്മൾ കാണാൻ പരിചയപ്പെടുകയൊക്കെ ചെയ്യും. അവരോടൊക്കെ പറയാം, ഇവനെ പറ്റി നല്ല അഭിപ്രായങ്ങൾ, ഇവളെ പറ്റി നല്ല അഭിപ്രായങ്ങൾ. അവർക്ക് അത്യാവശ്യം നല്ല ബോധമുണ്ട്, ചെയ്യണമെന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ വളരെ വൃത്തിക്ക് ചെയ്യും, ചില തീരുമാനങ്ങളൊക്കെ വളരെ കറക്റ്റാണ് എന്നൊക്കെ നമ്മൾ ഫ്രണ്ട്സിനോടോ ടീച്ചേഴ്സിനോടൊക്കെ പറയുമ്പോൾ ഇത് ഏതെങ്കിലും വഴി അവരുടെ അടുത്തെത്തും. അപ്പൊ അവർക്ക് ഒരു വല്ലാത്തൊരു ഇതാ വരിക, എന്റെ പാരന്റ്സ് എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ പാരന്റ്സിന് എന്നെ പറ്റി ഇങ്ങനെ ഒരു തോന്നലുണ്ട്, ധാരണയുണ്ട് എന്നൊക്കെ വരുമ്പോൾ അതൊരു അവരിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നന്നായിട്ട് അവർക്ക് വളർച്ചയിലേക്ക്, അവരുടെ ആ ഒരു സ്ട്രോക്ക് മതി അവരെ ഉയർന്ന രീതിയിലേക്ക് മുന്നോട്ടുള്ള പല കാര്യങ്ങളിലേക്കും എത്തിക്കാൻ. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സ് ഇങ്ങനെ കൊണ്ടുപോവുക, കുറച്ച് കാര്യങ്ങൾ നമ്മളിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഓക്കെ. കഴിഞ്ഞു. ഇനി കാര്യങ്ങള് സമയം 7:50 മേലെ. ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ മെന്റൽ സ്റ്റാറ്റസ് നിങ്ങൾ മാറ്റേണ്ടത് അവരെങ്ങനെയും തിരുത്തുക എന്നതല്ല. അവരെങ്ങനെയും തിരുത്തുക എന്നല്ല, ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പരിഹാരവും വ്യത്യസ്തമാണ് എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ നമ്മളെയാണ് തിരുത്തേണ്ടത്. ഓക്കെ. നമ്മളുടെ ഒരു മെന്റൽ സ്റ്റാറ്റസിനെ നമ്മൾ ഫിക്സ് ചെയ്യുക. എന്താണ് നമ്മളുടെ മെന്റൽ സ്റ്റാറ്റസിനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ ഇതുവരെ ഫിക്സ് ചെയ്ത് വെച്ചത് അവരെ ഏറ്റവും
പ്രശ്നക്കാരാണ് എന്നുള്ളതാണ്. അല്ല, നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഈ രണ്ടേ രണ്ട് കാര്യം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ നമ്മൾ അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ ഒന്ന് ഞാൻ പറയാം, കൗമാരത്തെ പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള ഒരു ടൂളും നമ്മളുടെ കയ്യിലില്ല എന്നുള്ളത്. കൗമാരക്കാരെ പൂർണ്ണമായും മനസ്സിലാക്കി, മൊത്തത്തിൽ മനസ്സിലാക്കി, വിലയിരുത്തി തൂക്കി വില പറയാൻ പറ്റിയ ഒരു ടൂളും എന്റെ കയ്യിലില്ല, അത് നമ്മുടെ കയ്യിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ കാണിച്ചു തരാം നിന്നെ പോലെ ചെറുതായിട്ടാണ് ഞാനും വലുതായത്, അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ മാറ്റിയാൽ നമ്മുടെ കയ്യിലില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ചെറിയ 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 മെത്തേഡിലൂടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഒരു ഇതിലൂടെയൊക്കെ നമുക്ക് ഒരു വിധം നമ്മൾക്ക് അവരെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പൂർണ്ണമായും നമുക്ക് അവരെ മനസ്സിലാവുകയില്ല, അവരെ മാറ്റിയെടുക്കാൻ പറ്റിയില്ല. അത് അവരുടെ ടൈം കഴിയുമ്പോൾ മാറും. അതൊരു ഹോർമോണൽ പ്രോസസ്സാണ്, വളർച്ചയുടെ ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഉണ്ടാവുന്ന കുറച്ച് വ്യത്യാസങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ പരിചരിച്ച ശിക്ഷണ രീതികൾ ഫലം കാണണം എന്നില്ല. അതായത് അത് ഞാൻ എഴുതി വെച്ചതുപോലെ വായിക്കാണ്. നമ്മൾ ഇതുവരെ വളർന്നു വന്ന, നമ്മൾ കേട്ടിട്ടുള്ള ഓരോ മെത്തേഡ് അതിലൊരിക്കലും റിസൾട്ട് ഉണ്ടാവണം എന്നില്ല. അത് പൂർണ്ണമായിട്ടും അതൊരു നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കി തരുന്ന ഒരു മെത്തേഡ് ആവണമെന്നില്ല. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. ഞാൻ ഇത് ഇങ്ങനെയായിരുന്നു, എനിക്ക് എങ്ങനെയാ കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കാറ്റഗറിയിൽ നമ്മൾ അത് കൊടുക്കാനോ ചെയ്യാനോ പോവണ്ട എന്ന് സാരം. ഓക്കെ, അപ്പൊ ആ ഒരു സംഭവത്തെ നിങ്ങൾ ശാപവാക്കുകൾ കൊണ്ടോ ദേഷ്യപ്പെട്ടത് കൊണ്ടോ അടിച്ചത് കൊണ്ടോ ഒരുപാട് അതും ഇതും ഏത് സമയം പറഞ്ഞത് കൊണ്ടോ കമ്പയർ ചെയ്തത് കൊണ്ടോ ഒരു കാര്യവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ശക്തമായ മെന്റൽ സ്റ്റാറ്റസ് നമ്മൾ കൊണ്ടുവരിക. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് അങ്ങ് പോവാം. എന്താണെന്നറിയോ? പണ്ട് കാലത്ത് ഒരു എക്സാമ്പിൾ ആണ്. പണ്ട് കാലത്തൊക്കെ റേഡിയോ, പിന്നെന്താണ് ടോർച്ച്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തട്ടി നോക്കും, അടിച്ചു നോക്കും. ഇപ്പോഴും റിമോട്ടൊക്കെ നമ്മൾ അടിച്ചു നോക്കാറുണ്ട് അല്ലെ? എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു പശക്കൊക്കെ വരുമ്പോ ഒന്ന് രണ്ടടിയൊക്കെ അടിച്ചാല് പിന്നെ അത് സെറ്റായി. റേഡിയോനെ രണ്ട് തട്ടി തട്ടിയാല് അല്ലെ, റേഡിയോ ഒന്ന് തട്ടിയാൽ അത് ഒന്ന് പാടാൻ തുടങ്ങും ഇല്ലേ? ടോർച്ച് ഒന്ന് ബാറ്ററി അല്ലെ ഒന്ന് ബാറ്ററി ഒന്ന് ഇങ്ങനെ തിരിച്ചിട്ട് അല്ലെ തട്ടിയാൽ ശരിയാവും. എന്നാൽ അത് എപ്പോഴായിരുന്നു? കുറച്ച് മുമ്പേ ആയിരുന്നു, 10-20 വർഷം മുന്നേ അല്ലേ? അന്നല്ലേ ഈ റേഡിയോ ഇതൊക്കെ ഭയങ്കര പ്രചാരത്തിലിരുന്നത്. 15 വർഷം 20 വർഷം മുമ്പേ, അതിൽക്കും മേലെ എന്ന് പറയാം. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തില് റേഡിയോ, ടോർച്ച് ഇതൊന്നും അല്ല. എന്താണ്? മൊബൈൽ ഫോണുകളും ടാബുകളും കമ്പ്യൂട്ടറുകളും ഒക്കെയാണ്. അപ്പൊ ഈ സിസ്റ്റത്തിന്, ഈ സംഭവത്തിന് നമ്മളൊരു തട്ട് തട്ടിയാൽ മതിയോ? ഇല്ല. ഒന്നടിച്ചത് കൊണ്ടോ, ഒന്ന് ജസ്റ്റ് തട്ടിയത് കൊണ്ടോ, ഒന്ന് പിടിച്ച് കുലുക്കിയത് കൊണ്ടോ കാര്യമില്ല. അതിന് ആര് വേണം? അതിന് അറിവുള്ള ടെക്നീഷ്യന്മാര് തന്നെ വേണം. അവരുടെ അടുത്ത് പോയിട്ട് അതിന്റെ രീതിയിൽ തന്നെ അതിനെ എന്ത് ചെയ്യണം? പണിതെടുക്കണം. അപ്പൊ ആ ടെക്നീഷ്യന്മാര് നമ്മൾ ആയിത്തീരുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു അടിയോ പിടിയോ കുലുക്കലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയാൽ റെഡി ആവുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. അത് പിന്നെ ഒന്നിനും പറ്റാതാവും. ആ മൊബൈൽ ഫോണ്, ആ ടാബ് ഒന്നും നമുക്ക് പിന്നെ ഉപയോഗിക്കാനേ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അതുപോലെയാണ് നമ്മുടെ മക്കളും. ഇന്നത്തെ മക്കള് അന്നത്തെ ഇന്നത്തെ ഇൻസ്ട്രുമെന്റും പോലെ തന്നെ വ്യത്യസ്തമായി പോയി ഇന്നത്തെ എന്ത് ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികള്. അപ്പൊ അതിന് ടെക്നീഷ്യന്മാരുടെ അടുത്ത് പോവുക, പുതിയ പുതിയ ടെക്നിക്സ് നമ്മൾ പഠിക്കുക, പുതിയ ടൂൾസ് കണ്ടെത്തുക, അത് അവരിലേക്ക് എത്തിക്കേണ്ട ആ ഒരു മാർഗവും നമ്മൾ തന്നെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു പാറ്റേണിനെ നമ്മൾ ജസ്റ്റ് മായ്ച്ചു കളയുക, പുതിയ പാറ്റേണിനെ നമ്മൾ കൊണ്ടുവരിക. ഇനി പറ്റാത്തവരെന്ത് ചെയ്യാം? പഠിച്ചുകൊണ്ടിരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു ടീനേജേഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ, നമ്മളുടെ കുറച്ച് മാനസികാവസ്ഥകളും അല്ലെ, ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഉൾക്കൊള്ളുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാം, ഓരോരുത്തരുടെ കോഴ്സ് കഴിഞ്ഞവരുടെ വിശേഷങ്ങളും കോഴ്സിനെ കുറിച്ച് അറിയാനുള്ളതൊക്കെ ആയിട്ട്. നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടാവും. അടുത്ത ബാച്ച് വരുന്നത് മെയ് 31, നെക്സ്റ്റ് ബാച്ച് നമുക്ക്. അപ്പോ ചെയ്യാൻ താല്പര്യമുള്ളവര് കോഴ്സ്
ഒരു 12 ദിവസത്തെ ഓഫ്ലൈൻ ക്ലാസ് ആണ്. 1 മന്ത് കോഴ്സാണ്. 12 ദിവസത്തെ ഓഫ്ലൈൻ ക്ലാസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. വളരെ ഒരുപാട് കാര്യങ്ങൾ, ഇതേപോലെയുള്ള പല കാര്യങ്ങളും, പല തെറാപ്പികളും, പല മെത്തേഡ്സും ഒക്കെ നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവര്, നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവര് നമ്പർ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ ആരാണ് സംസാരിക്കാൻ? പേരില്ലാത്തൊരാള്, ആ ആളെ തന്നെ വിളിക്കാം ആദ്യം. മൊബൈലിന്റെ പേരാണ് കേട്ടോ. എന്താണ്? Xiaomi 23106. ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നുണ്ടോ നോക്കുവോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു, ആൾക്ക് മനസ്സിലായിട്ടില്ല, പേര് ഇതായതുകൊണ്ടായിരിക്കാം. അടുത്തത് ജലീൽ സുനീറ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അതിഗംഭീരമായിട്ടുള്ള നല്ല സൂപ്പർ ക്ലാസ്. താങ്ക് യു സർ. ഞങ്ങള് രണ്ടാളും, ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ഇരുന്ന് ഞങ്ങളെ കേട്ട് ഞങ്ങളതിലായിട്ട് വരുന്ന കുറെ ഫാൾട്ടുകൾ, അത് നമുക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് തിരുത്താൻ പറ്റും, മക്കൾക്ക് അത് മനസ്സിലാക്കാനും കഴിയും. ഞങ്ങള് EFTക്ക് മുമ്പാണെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങൾക്ക് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വർത്താനം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, EFTക്ക് ശേഷം ഞങ്ങൾ രണ്ടാളും ആ ക്ലാസ് ഉൾക്കൊള്ളതിനെ കൊണ്ട് ഞങ്ങൾക്ക് അതിന് വലിയ മൂല്യമുണ്ട്. ചെറിയ കാരണങ്ങൾക്കൊന്നും ദേഷ്യം പിടിക്കാതെ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് മൈൻഡ് ചെയ്യാതെ, മക്കളെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് അംഗീകരിച്ചിട്ട് അവർക്ക് പുറത്തു പോകണമെന്ന് പറയുമ്പോൾ പുറത്തു പോയിട്ട് പോരെ എന്നൊക്കെ സിമ്പിളായിട്ട് പറയാൻ നമുക്ക് EFTയിലൂടെ തന്നെയാണ് സാധിച്ചത്. അതിനു മുമ്പ് നമുക്കൊരു ആവലാതി മേവലാതിയാണ്, അവരെങ്ങനെ ഒറ്റക്ക് പോവും, ഇവർക്ക് കഴിയും എന്ന് നമുക്ക് പറഞ്ഞാൽ അവര് മക്കളാണ്, അവര് നമ്മളെ വല്ലാതെ പിടിച്ചു വെച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് അവരത് ഇഷ്ടം അവരെ നോക്കണ്ടേ. അതിനൊക്കെ EFTയിൽ വന്നതിന് ശേഷമാണ് സാധ്യമായത്. വളരെ നല്ല ക്ലാസ്. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ തരുന്ന മൂല്യം അത് വലുത്. അത് കണ്ടിട്ട് തന്നെയാണ് എൻ്റെ മക്കളും അതുപോലെ എനിക്ക് തരുന്ന മൂല്യം. ഞാൻ എൻ്റെ വൈഫിന് കൊടുക്കുന്ന ആ ഒരു മൂല്യം, അവരുടെ സ്നേഹം അവര് കണ്ടിട്ട് തന്നെയാണ് അവർ വളരുന്നത്. അതുകൊണ്ട് തന്നെ അവര് പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴും അടിപിടിയും വർത്താനം ആണെങ്കിൽ ഇവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കില്ലേ. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും അനാവശ്യമായിട്ടാണെങ്കിലും ഒന്നിനും ഒരു കാര്യം കാണാറില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചു നേരം മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അത് തീരും. അങ്ങനെയൊക്കെയാണ് ചെയ്യത്. എന്തായാലും നല്ല സൂപ്പർ ക്ലാസ്, പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. താങ്ക് യു മാം. താങ്ക് യു സർ. തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾ സാറിന്റെ അടുത്ത് നിന്ന് നമുക്കും കിട്ടിയില്ലേ. പാരന്റ്സ് എങ്ങനെ നിൽക്കണം, എങ്ങനെ ഏത് രീതിയിലാണ് മക്കളുടെ അടുത്ത് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത്. അതിലൂടെയും ഒരുപാട് മാറ്റങ്ങളും വ്യത്യാസങ്ങളും പലതും അവർ ഉൾക്കൊള്ളുന്നതും ഒക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കാം. പാരന്റിങ് മെത്തേഡ്. അടുത്തത് ജെസ്സി. ഞാന് ഓക്കെ, പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ആരാണ് അൺമ്യൂട്ട്? ജെസ്സി എന്നാണ് എഴുതിയിട്ടുള്ളത്. ജെസ്സി മാമിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. സംസാരിക്കാൻ പറ്റുന്നില്ല? മാം, ഇത് പുഷ്പലതയാണ് മാം അൺമ്യൂട്ട് ചെയ്തത്. പുഷ്പലത മാം സംസാരിച്ചോളൂ. രണ്ടുപേരെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം. സൂപ്പർ ക്ലാസ് ആയിരുന്നു. എന്റെ ഇളയ മോന് 18 വയസ്സായി. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ EFTയിലേക്ക് വന്ന ശേഷമാണ് ഞാൻ അവനോട് ഫ്രണ്ട്ലി ആയത്, സത്യം. അല്ലെങ്കിൽ ഉണ്ട് ചെറുതായിട്ട്, പക്ഷെ എന്നാലും ഒരു അധ്യാപികയാണ്. അപ്പൊ അതിൻ്റെതായ, റിട്ടയർഡ് ആയിട്ടു, അതിൻ്റെതായ രീതിയിൽ ഞാൻ അവനോട് ഇതാക്കുകയും ചെയ്യായിരുന്നു. ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ ഇതൊന്നും എനിക്ക് മനസ്സിലാക്കി, എനിക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് വരേണ്ടത് എന്നുള്ളത്. പിന്നെ മൂത്ത മോൻ സ്പെഷ്യൽ ചൈൽഡ് ആണ്, ഗിഫ്റ്റഡ് ചൈൽഡ് ആണ്. അപ്പൊ അവന് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പൊ ഇവൻ പറയും, അമ്മ അവനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നു അപ്പൊ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നാലും അവൻ കമ്പയർ ചെയ്യാറുണ്ട്. അത് ഞാൻ EFTയിലൂടെ ആ മാറ്റം വരുത്തും. എന്നിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ എന്റെ മക്കൾക്കും മാറ്റം വരും.
പിന്നെ കുറെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എന്റെ കുട്ടിയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള അവൻ തന്നെ പറയും. ഞാൻ എങ്ങനെയായിരുന്നു ആ കുട്ടി തന്നെ എനിക്ക് പറഞ്ഞു തരും, അമ്മ എന്നെ ഭയങ്കര കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, ഫാമിലി ഇഷ്യൂസ്, ഹസ്ബൻഡൊക്കെ നല്ല ഉപദ്രവിക്കും, അങ്ങനെയുള്ളതൊക്കെ കുട്ടി കണ്ടു വളർന്ന അവന്റെ ട്രോമ ഒരുപാടുണ്ട്. അപ്പൊ EFTയിലൂടെ അവൻ വരണം. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ശരിയാവുമെന്നുള്ള ഫുൾ 100% എന്റെ കുട്ടി EFTയിലേക്ക് വരും. ഞങ്ങൾ ഹാപ്പിയായി സന്തോഷത്തോടു കൂടി അച്ഛനും അമ്മയും മക്കളും എല്ലാവരും അങ്ങനെ ആ രീതിയിൽ ജീവിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം വന്നു. EFTയിൽ വന്നതില് 100 കോടിയല്ല, എന്താ പറയണത്, എന്റെ ജന്മ സാഫല്യം എന്നൊക്കെ പറയും, അത്രയും നന്ദിയുണ്ട് EFT ടീമിനും. പിന്നെ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് നമ്മുടെ ശ്രീരേഖ മാം. എന്റെ എല്ലാ എങ്ങനെ വാക്കുകൾ പറയാല്ല, അത്രയും നല്ല സപ്പോർട്ടാണ് മാം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനും നന്ദി പറയുകയാണ്. പിന്നെ മാമിന്റെ ഇന്നത്തെ ക്ലാസ് എനിക്ക് വാക്കുകൾ ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ, അത്രയും നല്ല ക്ലാസ്. ഞാൻ നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയിൽ നിന്നും ഇത് അത്ര ശരിയാവൂ, പക്ഷെ അതൊന്നല്ല എന്ന് ബോധ്യായി. അത്രയും നല്ല ക്ലാസ് ആയിരുന്നു മാം. ഞാൻ കുറച്ച് നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ എങ്ങനെയാണ് കുട്ടികളോട് കമ്മ്യൂണിക്കേഷൻ, മാം പറഞ്ഞതൊക്കെ ഞാൻ നോട്ട്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇരുന്ന് വായിക്കും. അപ്പോഴാണ് എനിക്ക് അതിനെ കുറിച്ചൊരു റിവ്യൂ നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ, എങ്ങനെയായിരിക്കണം, എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതൊക്കെ. അപ്പൊ അതിനു വേണ്ടി ഞാൻ നന്നായി ശ്രമിക്കും. താങ്ക് യു മാം, താങ്ക് യു, താങ്ക് യു. എത്രയും പെട്ടെന്ന് മോൻ EFTയിലേക്ക് വരട്ടെ, ഞങ്ങൾ എല്ലാരും വിഷ് ചെയ്യാം കേട്ടോ. ഓക്കെ മാം, അതാണ് ആവശ്യം. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല അവൻ ഇപ്പോ. അപ്പൊ ഞാൻ മാറിയാലാണ് അവനും വരുള്ളൂ. സമയം എടുക്കുമല്ലോ, നമ്മൾ കൗമാരക്കാരെ പറ്റിയല്ലേ പറഞ്ഞത്, അപ്പൊ സമയം എടുക്കും. ഒന്ന് മാറി ഞാനിപ്പോ ചിന്തിച്ച് 18ാമത്തെ അല്ല 12ാമത്തെ ബാച്ചില് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് EFT. ആഹാ, ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അടുത്തത് ആയിഷ ഹംസ. ഓക്കെ മാം, താങ്ക് യു. ഗുഡ് മോർണിംഗ്. കാലത്ത് പ്രസ്ന മാമിന്റെ മെഡിറ്റേഷൻ സൂപ്പറായിരുന്നു, അത് പറയാൻ കഴിഞ്ഞില്ല മാമിനോട്. മാമിന്റെ ക്ലാസ് അടിപൊളി. ഞാൻ EFTയിൽ പെട്ടെന്ന് ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തില് ഫൈസ മാം വിളിച്ചിട്ട് അങ്ങനെ കയറിയാണ്. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ. ഞാൻ 7 ബാച്ചിലാണ്. ജീനുമാണ് എന്റെ എപ്പോഴും സപ്പോർട്ടുണ്ട്, കുഴപ്പമില്ല, സുഖാണ്, എല്ലാം കൊണ്ടും നേരായിട്ട് വരുന്നുണ്ട്. EFTക്ക് സാറിനും അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും എന്റെ അഭിനന്ദനം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഓരോ PCമാരും ഒന്നിനൊന്ന് മെച്ചാണ്, അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ, ഓരോരുത്തരുടെയും ആ ഒരു ഇത്. അപ്പൊ വളരെ സന്തോഷം, ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ സന്തോഷാണ്. ഇനി അടുത്തത്, താങ്ക് യു മാം, താങ്ക് യു. അടുത്തത് ആരാണ് സംസാരിക്കാന്? ജമീലത്ത. ജമീല, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജമീല മാമിനെ. ഒന്ന് നോക്കുവോ, ട്രൈ ചെയ്ത് നോക്കുവോ ജമീലത്ത? പറ്റുന്നില്ലേ? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? ഓ, കേൾക്കുന്നുണ്ട്. സൂപ്പർ ക്ലാസ് ആയിരുന്നു. എനിക്ക് എപ്പോഴും മാമിന്റെ ക്ലാസ് വളരെ ഇഷ്ടമാണ്. പിന്നെ ഹോർമോണിനെ പറ്റിയുള്ള ക്ലാസ് ഒക്കെ ഒരുപാട് മാമിന്റെ നിന്ന് കിട്ടുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്. അപ്പോ ഇതിലൂടെ എനിക്ക് കുറെ അറിവുകൾ കിട്ടി. ഇന്നത്തെ ക്ലാസ് വാക്കുകളില്ല മാം, സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഞാന് എന്റെ മക്കള് ചെറുപ്പത്തിലുള്ള ആ സമയത്തേക്ക് ഞാൻ പോയി ഒന്ന്. ഞാൻ ഇന്നായിരുന്നെങ്കിൽ, എനിക്ക് അന്നേ ഈ ക്ലാസ് എല്ലാം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് വിചാരിക്കാം. എന്നാലും ഇറ്റ്സ് ഓക്കെ, എന്റെ മക്കള് നല്ല മക്കളാണ്. എന്നാലും ഞാൻ വിചാരിക്കാൻ അന്ന് എനിക്ക് ഓരോരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലേ എന്നൊരു തോന്നല്. എന്നാലും എന്റെ മക്കള് നല്ല മക്കളാണ്. താങ്ക് യു മാം. വാക്കുകൾ കിട്ടുന്നില്ല പറയാന്. നല്ല ഫാമിലിയിലേക്ക് വരാൻ പറ്റിയത് ഒരു ഭാഗ്യമാണെന്ന് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത്. നമുക്ക് ഓരോരോ ദിവസത്തെ ക്ലാസ്സിലും ഞമ്മക്ക് ഇത് ഞാൻ വിചാരിച്ചതാണ്, ഇത് വേണമെന്ന് ഞാൻ വിചാരിച്ചതാണ് എന്നൊരു തോന്നൽ വരുന്നുണ്ട്.
അതെ, താങ്ക് നമുക്ക് യു ഓരോ മാം. നല്ല കാര്യങ്ങളും മാമിന്റെ മെഡിറ്റേഷൻ നല്ല ഉണ്ടായിരുന്നു. മാമിന്റെ ക്ലാസ്സും സൂപ്പർ ആയിരുന്നു. എല്ലാം എനിക്ക് PCA എന്ന് പറയാൻ പ്രത്യേക ഒരാളില്ല. ഞാന് സെൽഫ് ഫീലിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ഞാൻ ചെയ്തത് 5 ദിവസത്തെ. അപ്പൊ എനിക്കായിട്ടൊരു PCA ഇല്ല. എല്ലാവരും നല്ല PCAമാരാണ്, നല്ല മാംമാരാണ്. പ്രത്യേകിച്ച് റഫീഖ് സാറിനും എല്ലാ PCAമാർക്കും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഒരുപാട് ആളെ ഇനി കൊണ്ടുവരാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്റെ മോളെയും അനിയത്തിനൊക്കെ ഞാൻ കൊണ്ടുവന്നു ഇതിലേക്ക്. ഒരുപാട് ആൾക്കാർ ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ക്ലാസ് നോക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ എല്ലാവരും കൊണ്ടുവരണം ഇതിലേക്ക്. താങ്ക് യു മാം. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും വിഷയം ചെയ്യാ. എനിക്ക് പൂർണ്ണ ആരോഗ്യം കിട്ടാൻ. പൂർണ്ണ ആരോഗ്യവതിയാണ്. എന്നാലും എല്ലാവരും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുക, നന്നായിട്ട് വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവട്ടെ. അടുത്തത് ജുവൈരിയ സഫി. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. അൽഹംദുലില്ലാഹ് FT എത്താൻ സാധിച്ചാല്. പിന്നെ ഇന്നലെ ഒരു ഇതുണ്ടായി. എന്താ വെച്ചാല് മോനെ ഭക്ഷണം കഴിക്കുമ്പോള് തൊണ്ടിയില് മുള്ളു കുടുങ്ങി. അതിൽ എനിക്ക് അത്ര വലിയ പ്രശ്നമായി വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഹസ്ബൻഡ് കാക്കാക്ക് ഭയങ്കര ചീത്ത പറക്കലും ഭയങ്കര സംസാരവും എന്തോ എന്തിനാ അങ്ങനെയൊക്കെ കാണാതെ തിന്നൊക്കെ പറയാണ്ട് ഭയങ്കര സംസാരം പറഞ്ഞ അങ്ങനെ നിങ്ങൾ ടെൻഷൻ ആവല്ലേ, ടെൻഷൻ ആവുമ്പോ കുട്ടിക്ക് ഒന്നും കൂടി ഇതായിക്കാണ്ട് ഒന്നും കൂടി കുട്ടിക്ക് കുടുങ്ങിരോ, അങ്ങനെ ഉമിനീരൊക്കെ ഇറക്കാൻ വയ്ക്കാണ്ട് അങ്ങനെ ഭയങ്കര ഒരു ഇതായി. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോളി, ഞാൻ ശരിയാക്കിക്കോളാം അറിയാണ്ട് ഞാൻ ഇരുന്ന് ടാപ്പ് ചെയ്ത് ആ വിഷമത്തിനും ഇതിനൊക്കെയുള്ള ടാപ്പ് ചെയ്ത് ഞാൻ വായിൽ കൈയിട്ട് അപ്പൊ തന്നെ അങ്ങോട്ട് എടുത്തപ്പോ വേഗം പോന്നു. വലിയൊരു മുള്ളായിരുന്നു. അൽഹംദുലില്ലാഹ് ഭയങ്കര ഒരു ഇതായി തോന്നി എനിക്ക്. അപ്പൊ നമ്മൾ എത്രയാ ടെൻഷന് മക്കളെ കൊണ്ട് കരുതണ്, അത്രയോ പോലെ ആ ടെൻഷന്റെ അതേപോലെ ആയി മാറും എന്നുള്ളത് അപ്പൊ ഇന്നലത്തെ ഒരു അവസരത്തിൽ എനിക്ക് മനസ്സിലായി കിട്ടി. ഭയങ്കര ഇതായി. പക്ഷെ FT കൊണ്ടാണ് അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ എവിടേക്കോ ഹോസ്പിറ്റലിക്കോ എന്തെങ്കിലും കൊണ്ടാവാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ആയി എന്നുള്ള ഇതായിരുന്നു. അല്ലെ FT അനുഗ്രഹം മാത്രമേ ഉള്ളൂ എല്ലേതും ഹെൽത്തിലും. താങ്ക് യു മാം. നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് അറിവ്. താങ്ക് യു. എന്റെ മാം സൗകര്യത്തിന് മാമാണ് PCAമാർക്കും മറ്റെല്ലാവർക്കും താങ്ക് യു. കേട്ടു. ഗുഡ് മോർണിംഗ് മാം. വീട്ടിൽ ഇന്നത്തെ ക്ലാസ് വളരെയധികം സൂപ്പർ ക്ലാസ് ആയിരുന്നു. EFT വരാൻ സാധിച്ചതിന് ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞാന് ടെൻഷന് എന്ത് വിഷയത്തിലും ഏതൊരു ഇതിലായാലും ടെൻഷനോട് ഭയങ്കര ബുദ്ധിമുട്ടായ ഒരാളാണ് ഞാന്. എവിടെ കോഴ്സുകളും സൈക്കോളജി ഒക്കെ നോക്കിയാലൊക്കെ ഞാന് മറ്റുള്ളവർക്കൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും ഞാൻ ഡൗൺ ആയി പോവും. ആ സമയത്താണ് EFT കണ്ടത്. EFT ആ ദിവസം സാറ് പറഞ്ഞ ഇന്ന് വിഷ്വലി ചെയ്താല് ആ ക്ലാസ്സിൽ ഇരിക്കുന്നത് വിഷ്വലി ചെയ്യാ, അപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞത്. അതേപോലെയാണ് ഞാൻ വിഷ്വലി ചെയ്തു. ആ 7:25 ഞാൻ ആ കോഴ്സിൽ അറ്റൻഡ് ചെയ്തത്. പിന്നെ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. പിന്നെ പിറ്റത്തെ മാസം ഇതിലാണ് ഞാൻ കംപ്ലീറ്റ് ആക്കി 5ാം ബാച്ചിലേന്. വളരെ സന്തോഷം. ഇതിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ, ധൈര്യം. ഞാൻ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോ ആയിക്കേ നിന്റെ ശ്രദ്ധ മുഴുവനും പോവാ. അപ്പൊ നമ്മളിങ്ങനെ ഡൗൺ ആയി അങ്ങനെ പോവും. മറ്റുള്ളവര് ഒരുപക്ഷെ നമ്മളെ കുറ്റപ്പെടുത്തിയ സമയത്ത് നമ്മൾ വീണ്ടും ഒറ്റപ്പെട്ടു പോവാ. ആ സമയത്താണ് ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കരാണ്. നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയാല് നമുക്ക് ആരും എന്ത് ചെയ്താലും നമുക്ക് എന്തുണ്ടാവില്ല, ഒരു പ്രശ്നങ്ങളും നമുക്ക് ഏൽക്കൂല. ധൈര്യം, പിന്നെ മാനസികമായിട്ടുള്ള ടെൻഷനുകളും ഒക്കെ എനിക്ക് ഈ EFT വന്നതിന് ശേഷമാണ് എനിക്ക് അത് ഇതാക്കാൻ സാധിച്ചത്. ഇന്നത്തെ രാവിലത്തെ മെഡിറ്റേഷനും സൂപ്പർ ആയിന്. പിന്നെ ഇന്നത്തെ ക്ലാസ്, അതുപോലെ മാമിന്റെ ക്ലാസ്സുകളും, ഇതിൽ ഓരോ ക്ലാസ്സുകളും ഇപ്പൊ ഇതിൽ EFT വന്നതിന് ശേഷമാണ് ഈ ക്ലാസ് ഒന്നും കൂടി നമുക്ക് ഒരു ഇത് തോന്നണത്. കാരണം നമ്മള് ആ ക്ലാസ്സിലും ഇതിലൊക്കെ നമ്മളിങ്ങനെ മൈൻഡും ഇതൊക്കെ ഇങ്ങനെ റെഡി ഇങ്ങനെ വരുമ്പോ വീണ്ടും ഇങ്ങനെ ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ മക്കളെ ഇപ്പൊ ഇന്നത്തൊക്കെ എന്ന് പറഞ്ഞാൽ മക്കളെ എങ്ങനെ വളർത്തണം, എന്താണ് കുറെ മുന്നൊക്കെ ഇത് കിട്ടണമെങ്കിലും മക്കളൊക്കെ നല്ല വഴി കൂടെ പോവേ. കാരണം ഇപ്പൊ നമുക്ക് ഇപ്പം ഈ സമയത്ത് ടെക്നോളജി വളർന്നൊരു സമയമാണ്. ഈ കൊറോണന്റെ സമയത്ത് കുറച്ച് ഫോണില് മക്കൾ എന്ത് ചെയ്ത് ഈ ക്ലാസ്സുകളും മറ്റതൊക്കെ ആയിട്ട് ഒരിപ്പം ഫോണില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു
ഇതാണോ അല്ലെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവസരം അങ്ങനെ ആയി പോയതാണ് സംഭവിച്ചത്. അതിന് ശേഷമാണ് ഈ ഫോണുമായിട്ട് കുട്ടികള് അല്ലാതെ അടുത്തത്. അപ്പം ഈ ഓരോ ക്ലാസ്സുകളും ഈ ടെക്നിക്കുകളും ഉപയോഗിച്ചിട്ടേ മക്കളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒറ്റയടിക്കാണ് പറഞ്ഞപ്പോ മേം പറഞ്ഞ പോലെ ഫോണ് പിന്നെ മറ്റേ കമ്പ്യൂട്ടർ ഒറ്റയടിക്ക് നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് ആ മക്കളെ കിട്ടുകയല്ല. എന്താ പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാ, ആ മക്കൾ എന്താ ചെയ്യാ, നമ്മളോട് പറയാൻ വിചാരിച്ചത് വേറുള്ളവരോട് പറയും. പിന്നെ അങ്ങനെ അങ്ങനെ പോയി നമ്മളെടുത്തുനിന്ന് സ്നേഹം കിട്ടാതിരിക്കുന്ന സമയത്ത് ഒരു സ്നേഹം ഏത് ഭാഗത്തു നിന്നാണ് കിട്ടുന്നത് ആ വഴി തേടിപ്പോവും. സംഭവം നമ്മള് വീട്ടിൽ നിന്ന് തന്നെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കണം. മക്കളെ ഒരിക്കലും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഇതൊക്കെ ഈ അറിവുകളൊക്കെ ഇപ്പൊ നമുക്ക് ആവശ്യമില്ലാതെ ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത് ഫ്രീ ആയിട്ട് എന്നും ഞായറാഴ്ച അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും. ഏതായാലും ഈ ഓരോ ക്ലാസ്സുകളും ഈ ആരുതൊക്കെ എല്ലാം എനിക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട്. സന്തോഷം. താങ്ക് യു. ഒരുപാട് താങ്ക് യു വെരി മച്ച്. ഓക്കെ, സൽമാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സൽമാൻ കുറെ നേരമായി പോയോ? ഹലോ, ഹലോ, ഫെബിൻ പോയോ? ഫെബിൻ മാം പോയോ? ഞാൻ കുറച്ചു നേരം കേട്ടില്ല എന്നിട്ടോ, സൗണ്ട് കേൾക്കാത്തതുകൊണ്ട് വന്നു ഒന്ന് നോക്കിയതാ. പോയോ ഫെബി? ഓക്കെ, നെക്സ്റ്റ് സൽമാന് അൺമ്യൂട്ട് ചെയ്തോളൂ. സൽമാന്റെ പേര് വിളിക്കുന്ന കേട്ടായിരുന്നു. സൽമാൻ അൺമ്യൂട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് അടിപൊളി, സൂപ്പർ. ഓക്കെ, താങ്ക് യു. ഫെബി കയറിയെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ കേട്ടോ. രാജലക്ഷ്മി മാം അൺമ്യൂട്ട് ചെയ്തോളൂ. Good morning, ma'am. ഗുഡ് മോർണിംഗ്. Good morning, all. Thank God, thank you. ഇന്നത്തെ ക്ലാസ് സൂപ്പർ ആയിരുന്നു. രാവിലത്തെ മെഡിറ്റേഷൻ സൂപ്പർ ആയിരുന്നു. പിന്നെ ഞാനിപ്പോ രാവിലെ ഗ്രാറ്റ്യൂഡ് പറയുന്നത് ഇച്ചിരി പുറമോട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെ സൂപ്പർ ക്ലാസ്. ഞാനൊരു പ്രൗഡായ ഒരു അമ്മയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് നല്ല പേരൻസിനെ കിട്ടി. അത് വെച്ച് ഒരുപാട് ദുർഘട സാഹചര്യത്തിൽ ചെന്നുപെട്ടെങ്കിലും എൻ്റെ മകനെ ഞാൻ ആ രീതിയിൽ വളർത്തിയെടുത്ത് അവൻ ഇതുവരെ അവന്റെ ഈ പ്രായം വരെ അവസാനം EFTയിൽ ശ്രീലേഖ മാമിന്റെ കയ്യിൽ ഞാൻ അവനെ കൊടുത്ത നിമിഷം വരെ ഇപ്പോഴും മാമിൽ നിന്ന് പോലും ആ പ്രൗഡായിട്ടുള്ള ഓരോ വാക്കുകൾ എനിക്ക് സന്തോഷത്തോടെ കേൾക്കാൻ പറ്റുമ്പോൾ മനസ്സ് നിറഞ്ഞ സന്തോഷമാണ് എനിക്ക്. അങ്ങനെ അവനെ വളർത്തിയെടുക്കുക. ഒരുപാട് എൻ്റെ ഫാമിലിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവൻ പഠിച്ച എല്ലാ ക്ലാസ്സുകളിൽ നിന്നും കോളേജിൽ നിന്നും എല്ലാം എനിക്ക് നല്ല വാക്കുകളെ കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ. അതെനിക്ക് വളരെ പ്രൗഡാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു EFTയിലെ ക്ലാസ് കേൾക്കുന്ന ഇപ്പോഴത്തെ ഈ കേട്ടിരിക്കുന്ന ഓരോരുത്തരും എത്രയോ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് ഞാൻ വിചാരിക്കും. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ദിവസവും കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. അതുകൊണ്ട് കേട്ടിരിക്കുന്നവരെല്ലാം EFTയിൽ വരിക. നല്ല സന്തോഷമായിട്ട് സമാധാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ ടൂൾസും നമ്മുടെ എല്ലാ പ്രോബ്ലംസും ഹീൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രിയ ഗുരു റഫീഖ് സാറ് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും സപ്പോർട്ടായിട്ട് PCAമാരുണ്ട്. എല്ലാവർക്കും ഞാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയാൻ ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. എൻ്റെ മകനിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒരുപാട് സന്തോഷം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ നമ്മുടെ ഫെബി വന്നിട്ടുണ്ട്. ഞാൻ അവർക്ക് ചാൻസ് കൊടുക്കാം കേട്ടോ. ഓക്കെ ഫെബി. ഓക്കെ. ഇപ്പോഴാണ് അൺമ്യൂട്ട് ആയത്. ഓക്കെ, താങ്ക് യു തസ്ലീന.
തസ്ലീന മാം. ജസ്റ്റ് ഇവിടെ എന്തോ ഒരു വൈഫൈ എന്തോ ഒരു വിഷയം. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോ ആരാണ്? സൽമ മാമിന് ചാൻസ് കൊടുത്തിട്ടുണ്ട്. സാഹിദ അവര് അൺമ്യൂട്ട് ചെയ്തിട്ട്. സൽമത്ത അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല? 2 സൽമ ഉണ്ട് തോന്നുന്നുണ്ട് അല്ലെ? സൽമാൻ ഉണ്ടായിരുന്നു. ഐ ലവ് യു സൽമത്തേക്ക് കൊടുത്തിട്ടുണ്ട്. സൽമാൻ ഗുഡ് മോർണിംഗ് മാം. ഗുഡ് ഞാൻ മോർണിംഗ്. ഇന്നലെ പുതിയ ആൾക്കാർ വിചാരിക്കും, പോസ് ചെയ്യാത്തവർ വിചാരിക്കും നമ്മളെ പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നത്. അതൊന്നല്ല കേട്ടോ, നമ്മളെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പറയാണ് ഈ കോഴ്സ്. ആദ്യം ഞാൻ തസ്നീന മാമിൻ അല്ല ഫെബിൻ സുനുവിന് ഒരു ബിഗ് സല്യൂട്ട്. ഞാൻ ഫെബിൻ സുനു എന്നാ വിളിക്കല്, മാമെന്ന് വിളിക്കല്ല. എന്റെ മോളെയൊക്കെ പ്രായമേ ഉള്ളൂ. അപ്പൊ നമ്മളെ എന്താ പറയാ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നത്. പറയാൻ കാരണം, ഞാനൊരു അച്ഛനായിട്ടും അമ്മയായിട്ടും ഞാനൊരു പാരന്റ്സ് ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും ഉണ്ടായിരുന്നു മക്കൾ വഴി തെറ്റി പോകുന്നു. പക്ഷെ എനിക്ക് കിട്ടിയ വേദന ഞാൻ ഒരിക്കലും എൻ്റെ മക്കൾക്ക് കൊടുക്കൂല എന്ന് വിചാരിച്ച് നല്ല പ്രൗഡായിട്ട് നല്ല സ്ട്രോങ്ങോടെ വളർത്തിയോണ്ട് എൻ്റെ മക്കള് അൽഹംദുലില്ലാഹ് നല്ല നമ്മളെ ചീത്ത പറയുക അടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ അറിവ് ഒരു 97 മുതൽ കിട്ടിയപ്പോ ഞാൻ മക്കളെ അതേപോലെ വളർത്തിയത്. അടിച്ചത് 2 പ്രാവശ്യം. ഫെബിൻസുന് പറഞ്ഞു ഇപ്പൊ മക്കളെ നമുക്ക് അടിക്കാൻ 2 പ്രാവശ്യം. മകളെ ഒന്ന് നുള്ളിയിട്ടുണ്ട്, മകനെ ഒന്ന് അടിച്ചിട്ടുണ്ട്. പുഴവക്കത്തായിരുന്നു വീട്. അപ്പൊ മോന് ഈ പുഴ എന്ന് പറഞ്ഞാൽ ചളിയുള്ള പുഴയായിരുന്നു. അപ്പൊ അവിടെ ഞണ്ടിനെ മീനൊക്കെ കിട്ടുമ്പോ 10 വയസ്സിൽ അവന് പിടിക്കാൻ പോകും. അപ്പൊ അവനക്ക് ഇൻഫെക്ഷൻ വരും. അങ്ങനെ ഒരു പ്രാവശ്യം ചെറിയ മട്ടലെടുത്തിട്ട് അടിച്ചിട്ടുണ്ട്, ഒറ്റ അടി കേട്ടോ. പിന്നെ എന്റെ മോൾക്ക് ഒരു ഡ്രസ്സ് ഇട്ടപ്പോ ഒരു കീറലുണ്ടായിട്ട് അവളിങ്ങനെ പിടിച്ചു നടക്കുമ്പോ ഒന്നും നുള്ളിയിട്ടുണ്ട്. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് പറയാനുള്ളത്, ടീച്ചറും പാരന്റ്സും ആണ് മക്കളെ വഴി തെറ്റിക്കുന്നത്. എല്ലാരും ക്ഷമിക്കണം. നമ്മളത് അറിയാതെ നമ്മൾ ടീച്ചേഴ്സ് പ്രത്യേകിച്ച് ടീച്ചറെ കയ്യിലാണ് നമ്മൾ മക്കളെ കൊടുക്കുന്നത്. ഏത് ടീച്ചർ ഉണ്ടെങ്കിലും ഞാൻ സോറി പറയാം. ഇനി മുതലെങ്കിലും നമ്മൾ മക്കളെ നന്നായി വളർത്താനും അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും പറ്റണം ടീച്ചേഴ്സ്. ഞാനിപ്പോ പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ ആഴ്ച വിചാരിച്ചിട്ടുള്ളൂ സ്കൂൾ തുറന്നിട്ട് കുറച്ച് ടോക്ക് പോയിട്ട് സ്കൂളുകളിൽ ഞാൻ അറിയുന്ന സ്കൂളിൽ കൊടുക്കണം. ഫെബിൻ സുനുവിനും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോഴാണ് ഈ വിഷയം എടുത്തത്. അപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ നല്ല ടോക്ക് കൊടുക്കുക, അതേപോലെ നമുക്ക് അറിവുകൾ പകർന്നു കൊടുക്കുക. നമ്മൾ ബസ് കയറിയാൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കുക. എന്റെ മകൾക്ക് കുട്ടികളായി, എന്നിട്ട് അവളിപ്പോ ഒരു മുതിർന്ന ആള് വന്നാലേ കുട്ടീനെ കൊണ്ട് വന്ന ആള് വന്നാൽ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കും. നമ്മളിപ്പം പാരന്റ്സ് ചെയ്യുന്ന എന്താ, ഒരു 3 വയസ്സോ 5 വയസ്സോ ആയ കുട്ടിനെ നമ്മൾ ആ സീറ്റിലിരിക്കും. എന്നിട്ട് എത്ര മുതിർന്ന ആള് വന്നാലും എണീറ്റ് കൊടുക്കൂല. അടക്കാകുമ്പോ നമുക്ക് മടിയിൽ വെക്കാം, കഴുങ്ങാകുമ്പോ നമുക്ക് മടിയിൽ വെക്കാൻ പറ്റില്ല. നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മളെ മക്കളെ ഹൃദയത്തോട് കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അവരെ സ്നേഹം പിന്നീട് കിട്ടൂല. നമ്മൾ അവരെ സ്നേഹിക്കുമ്പോ, നേരത്തെ ഒരു മേം പറയും, സ്നേഹം കിട്ടാത്തോണ്ട് അവര് പല വഴിക്കും പോകണം. ശരിക്കും അതാണ്. മറ്റുള്ള വഴികൾക്കൊക്കെ മക്കൾ പോവാൻ കാരണം നമ്മൾ പാരന്റ്സ് മാത്രം നമ്മൾ സ്നേഹിക്കാത്തതുകൊണ്ടാണ്. അത്രയും നമ്മൾ അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സായി, ഞാനൊരു ഫ്രണ്ട്സാണ്, അമ്മയാണ്, ഒരു കൂട്ടുകാരിയാണ്, അങ്ങനെ തന്നെയാണ് ഞാൻ ഏത് നിമിഷവും. എന്റെ മകളെ കല്യാണത്തിന് മുന്നേ മോള് BSc നഴ്സിംഗ് പഠിച്ച സൗദിയിൽ വിട്ടപ്പോ എല്ലാരും ചോദിക്കും, ഇത്രയും നല്ല മകളെ സൗദിയിൽ വിട്ടേ. നമ്മൾ അവർക്ക് അങ്ങനെ കെയർ കൊടുത്തിട്ട് അവരേത് രാജ്യത്ത് വേണം നമുക്ക് വിടാം, അവർക്കൊന്നും സംഭവിക്കില്ല. നമ്മളാണ് അവരെ കരുത്ത്. ഒരുപാട് പറയാനുണ്ട്. താങ്ക് യു വെരി മച്ച്. ഞാൻ രണ്ടാമത് ജനറൈസ് ചെയ്തേ, പക്ഷെ എങ്ങനെയോ എനിക്ക് കുറെ അറിവുകൾ കിട്ടാണ്ടായതുകൊണ്ട് എന്നെ ഫെബിൻസിന് വിളിച്ചില്ല. അപ്പൊ ഞാൻ സോറി പറഞ്ഞു, ഐ ആം സോറി ഫെബി, എന്നെ വിളിക്കൂ ഫെബി, ഐ ആം സോറി ഫെബി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ തസ്നീന മാമിനും എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നന്ദി പറയാണ്. ഇതിൽ ആരെങ്കിലും മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയാം, അടുത്ത ബാച്ചിൽ നമ്മൾ മെയ് മാസത്തിലുള്ള ക്ലാസ്സിലേക്ക് എല്ലാരും വന്നിരിക്കുക. നമുക്ക് കുറെ അറിവുകൾ, നമുക്ക് കുറെ ഹീലിങ്സ് കിട്ടാണ്ട്. ഒരു ഇതിലുള്ള 11,800 ഒന്നല്ല 2 ലക്ഷം കൊടുത്താൽ ഞാൻ എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പറയാട്ടോ, നിങ്ങൾ വന്നോളൂ. കടം വാങ്ങിച്ച് ഞാനൊക്കെ കാതിലത്തെ പണയം വെച്ചിട്ടാ വന്നത്. അപ്പൊ നമുക്ക് അതിലും വലുത് നമുക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഐ ലവ് യു മുത്തേ. ഫെബിൻ സുനു, ഐ ലവ് യു. റഫീഖ് സാറും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നന്ദി പറയും. താങ്ക് യു വെരി മച്ച്. ലവ് യു. ഇതിൽ കൂടുതൽ എന്താ വേണ്ട അല്ലേ? ഇത്രയും കാര്യങ്ങള് ഒറ്റ ഇതിലാ പറഞ്ഞേ.
അപ്പൊ എന്നോട് എന്താ പറഞ്ഞ എന്നെ ഫോർഗീവ് ചെയ്തിട്ടാ കയറിയെന്നാ പറഞ്ഞത്. എന്താ അറിയോ, സെൽമ മാമ്, രാജലക്ഷ്മി മാമ്, നമ്മുടെ സൽമാന്, ഇവരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോ ഇവരെന്നും പറയുന്നവരല്ലേ, അല്ലെങ്കിൽ അധിക ദിവസം കാണുന്നവരല്ലേ. അപ്പൊ ഈ സെൽമത്ത തന്നെ അതിനുള്ള മറുപടി പറഞ്ഞു. ഇത് പറയിപ്പിക്കുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് അവരെ പിന്നെ ലാസ്റ്റിലേക്ക് വിളിക്കാം. അവരെന്തായാലും അവർക്ക് അത്ര എക്സ്പീരിയൻസ് ആണ് പറയാനുണ്ട് അപ്പൊ എന്ന് വിചാരിക്കുന്നത്. ഓക്കെ ഓക്കെ സൽമത്ത, താങ്ക് യു വെരി മച്ച്. അടുത്തത് ആരാണ്? ഷാഹിബ പറഞ്ഞതാണോ അതോ അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ട്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ്. താങ്ക് യു. നല്ലൊരു സൂപ്പർ ക്ലാസ് ആണ്. നല്ല കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും മാം പറഞ്ഞു തന്ന്. പക്ഷെ അങ്ങനെയൊക്കെ തന്നെയാണ് നോക്കുന്നെങ്കിലും കൂടി മാം പറഞ്ഞ മാതിരി പിന്നെ ഉമ്മമാര് നല്ലോണം നോക്കിയെങ്കിലും ഉപ്പ ചിലപ്പോ തിരിച്ചാണ് പറയാ, നീ സപ്പോർട്ട് ചെയ്തോ, അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ, ഒരു കേക്ക തന്നെ ആയിരിക്കും പറയാ. അതും ഒരു മൈനസ് പോയിന്റ് ആയിട്ടാണ് വരിക. എന്തായാലും എല്ലാം നല്ല സൂപ്പർ ക്ലാസ് ആണ്. എന്തായാലും ഞാൻ EFTയിലേക്ക് വന്നതിന് ശേഷം എല്ലാ അറിവുകളും കിട്ടി, എല്ലാ സന്തോഷങ്ങളും സമ്പത്തും എല്ലാം വന്നു. താങ്ക് യു മാം. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. അടുത്തത് ഹഫ്സത്ത് മാം. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. പിന്നെ ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഒരുപാട് പാളിച്ചകളൊക്കെ മക്കളെ വളർത്തുന്നതിലൊക്കെ പറ്റിയിട്ടുണ്ട്. സെൽമ മാം പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മുടെ ഓരോ സാഹചര്യങ്ങളും നമ്മുടെ അറിവില്ലായ്മയും. ഇപ്പോൾ മൈൻഡ് മാസ്റ്ററി 12ാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. അതിന് പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി, റഫീഖ് സാറിനും ഈ ടീമിനും എല്ലാറ്റിനും നന്ദി. പിന്നെ ഇവിടുന്ന് പ്രചോദനം തന്ന രാജലക്ഷ്മി മാമും പിന്നെ അതുപോലെ വത്സല മാമിന്റെ ഒക്കെ മുഖത്ത് കാണുന്ന ഒരു പുഞ്ചിരി, സപ്പോർട്ട് എപ്പോഴും അത് നമ്മളെ വല്ലാണ്ട് പിടിച്ചു വലിച്ചിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ അതുപോലെ ദിലീപ് സാറ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ, പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്. സെൽമ മാം പറഞ്ഞ പോലെ എൻ്റെ മോനെ ഞാൻ ഇതിങ്ങനെ ക്ലാസ് 5 മാസമായിട്ട് കേൾക്കുമ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞിരുന്നു. എൻ്റെ മോന് 22 വയസ്സായി, എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്ന് എക്സാമിന് പോയിക്കാണ്. എല്ലാവരും നന്നായി എക്സാം എഴുതാനൊക്കെ വിഷ്വൽ ചെയ്യണം. പിന്നെ അപ്പൊ എൻ്റെ അടുത്ത് പറയും, ഉമ്മ അതൊക്കെ ഉടായ്പാണ്, ഉമ്മ ഇങ്ങനെ ഓരോന്നിലും ചെന്ന് ചാടിയിട്ട് പിന്നെ അതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ. അപ്പൊ ഞാൻ പറയുന്നത്, എന്നെ കൊണ്ട് ഞാനത് മാറ്റി പറയിപ്പിക്കും, എൻ്റെ ലൈഫ് തന്നെ മാറിയിട്ട് ഞാൻ നിന്നെ കൊണ്ട് അത് മാറ്റി പറയിപ്പിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ഇറങ്ങി പോകുമ്പോ അമ്മച്ചി എനിക്ക് എക്സാമിന് നന്നായി എഴുതാന് ഉമ്മ വിഷ്വൽ ചെയ്യണം എന്ന് അവൻ പറഞ്ഞു പോയപ്പോ ഞാനാ പറയുന്ന വാക്കുകൾ അവന്റെ ജീവിതത്തിൽ കൂടെ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു മാം. ഒരുപാട് സന്തോഷം. പിന്നെ അതുപോലെ ഇന്ന് മാം പറഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം എനിക്ക് ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ എനിക്കത് വന്നു. ഞാൻ എൻ്റെ മോനോട്, ഞാൻ രാവിലെ എണീറ്റ ഉടനെ ആദ്യം വീടിന്റെ ജനലുകളൊക്കെ തുറന്നിടും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ ഒരു 8 മണിയായി ഞാനത് ക്ലോസ് ചെയ്യും. അപ്പൊ മക്കളെടുത്താ പറയാം. അപ്പൊ മോന്റെ അടുത്ത് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ അത് മറന്ന്. അപ്പൊ ഞാൻ മോനെ ഒന്നുകൂടി അടക്ക് എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഉമ്മ സോറി ഞാനത് മറന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ. കാരണം മാം പറഞ്ഞ ആ ഒരു പാഠം എനിക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു കേട്ട ആ പാഠം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ രാവിലത്തെ മെഡിറ്റേഷൻ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരുപാട് സന്തോഷം ഈ ടീമിനും റഫീഖ് സാറിനും മാമുമാർക്കും എല്ലാവർക്കും. എൻ്റെ മാം ശൈലത്ത് മാമാണ്, അടിപൊളിയാണ്, സപ്പോർട്ടാണ്, അടിപൊളി, സൂപ്പർ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഇനി അടുത്തത് ആരാണ്? സെലീല ബേബി. സെലീല മാം. ഗുഡ് മോർണിംഗ്. മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. നല്ല താങ്ക് യു. സൂപ്പർ ക്ലാസ് മാം. എല്ലാ ക്ലാസ് ഇങ്ങനെയുള്ള ഓരോ ക്ലാസ് ഇങ്ങനെ മാമിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് താങ്ക് യു. പിന്നെ എനിക്കും 2 ആൺകുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഞാനും കുറേ സമയം മാമിന്റെ ക്ലാസ് കേട്ടപ്പോഴൊക്കെ അന്നത്തെ ഇപ്പൊക്കെ അവർ വലുതായിട്ടുണ്ട്. അതിലോട്ടുള്ള നമ്മുടെ ഓർമ്മകൾ അങ്ങനെ പോയിരുന്നു. ഞാൻ ടീച്ചറാണ്. പക്ഷെ ഈ ടീച്ചേഴ്സിനൊക്കെ വളരെ കുറഞ്ഞ ഒരു ട്രെയിനിങ്ങില് ഒരു സൈക്കോളജി ക്ലാസ് ഒക്കെ കിട്ടലുള്ളൂ. അത്ര ഒരു സൈക്കോളജി പോലും അറിയില്ല, നമുക്കൊന്നും അറിയില്ല. അതൊക്കെ ഓരോരുത്തരുടെ ആ സ്വഭാവത്തിനനുസരിച്ച് അവർ കുട്ടികളെ ഇതാക്കുള്ളൂ. അവർക്കൊക്കെ കൊടുക്കണം സൈക്കോളജി ക്ലാസ്. എപ്പോഴും സ്കൂളിലാണെങ്കിലും ഒക്കെ നിങ്ങളെ പോലുള്ള ഓരോരുത്തരെ കൊടുത്തിരിക്കണം. എന്നാലേ കുട്ടികൾക്കൊരു നല്ല മാറ്റം. ഇപ്പം മാം പറയുന്ന ഒരു കാര്യവും അമ്മമാരും ടീച്ചേഴ്സും ഒന്നും പാലിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ ഇങ്ങനെ കുറെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മാറ്റം വരും. അതിപ്പോ EFTയിൽ ഇപ്പം എല്ലാവരും ഒന്നും EFTയിൽ വരണല്ലോ, ഇത് കേൾക്കുന്നവരെങ്കിലും വരട്ടെ എന്ന് ഞാൻ പിന്നെ ആഗ്രഹിക്കുകയാണ്, ആശ്വസിക്കുകയാണ്.
ഓക്കെ മാം, താങ്ക് യു. നിങ്ങളുടെ ഓരോ ക്ലാസ്സും സൂപ്പറാണ്. സെൽമ മാം പറഞ്ഞ പോലെ ലവ് യു. അതുപോലെ ക്രിസ്തീന മാമിന്റെ രാവിലത്തെ സൂപ്പർ മെഡിറ്റേഷൻ സൂപ്പർ ആയിരുന്നു. എല്ലാ പിസിയർമാരോടും താങ്ക് യു. മാം. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ടീച്ചേഴ്സിന്റെ കാര്യം പറയുമ്പോഴാണ് ടീച്ചേഴ്സിന് ഇപ്പോ മാം പറഞ്ഞ പോലെ ട്രെയിനിങ് ഒരുപാട് കിട്ടേണ്ടതായിട്ടുണ്ട്. പണ്ട് നമ്മളൊക്കെ പഠിച്ച ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പൊ ഒരുപാട് സ്കൂളുകളിൽ നല്ല നല്ല സൈക്കോളജി ക്ലാസ്സുകളും നല്ല ട്രെയിനിങ്ങുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നാളെ ഒരു 1-ാം തീയതി ഒരു സെഷൻ ഉണ്ട്, ഒരു ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് ഉണ്ട്. ഇപ്പൊ സ്കൂളുകളിലൊക്കെ കുറെ വെക്കേഷൻ കോഴ്സസ് ആയിട്ടും ക്ലാസ്സസ് ആയിട്ടും ഒക്കെ സൈക്കോളജി ഫീൽഡിൽ ഈ ഒരു രീതിയിലൊക്കെ മെത്തേഡ്സ് കൊടുക്കുന്നുണ്ട്. അതിലൊരു ഭാഗമാകാൻ സാധിച്ചതിൽ കൂടെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. വലിയ സന്തോഷമാണ്. ടീച്ചേഴ്സിനൊക്കെ നമ്മൾ പോയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷം തന്നെയല്ലേ. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? സുഹറത്ത ഉണ്ടോ? സുഹറത്ത സംസാരിച്ചിട്ടില്ലാന്ന് തോന്നുന്നു അല്ലെ? സംസാരിച്ചതാണോ? വേറെ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് സുഹറത്താനെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം, പറഞ്ഞോ. മാമിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ കഴിഞ്ഞ ക്ലാസ് നല്ല ക്ലാസ് ആണ് മാം. മാമിന്റെ നല്ല എല്ലാവരുടെയും, പ്രത്യേകിച്ച് മാമിന്റെ. പിന്നെ കഴിഞ്ഞ ക്ലാസ് എനിക്ക് കേൾക്കാൻ പറ്റി, പക്ഷെ ഒന്നും നോട്ട്സ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഞാനിപ്പോ മെയിൻ ആയിട്ട് മാമിന്റെ ഹാൻഡ് റൈസ് ചെയ്തത്. അതെന്നറിയാ, ഒരു 6 പോയിന്റ്സ് പറഞ്ഞല്ലോ, കൗണ്ട് പോയിന്റ്സ് ടിപ്പ്. ഇന്നത്തേതാണോ? ഇന്നത്തെ അല്ല, കഴിഞ്ഞ ക്ലാസ്സിന്റെ. കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്ന പോലെ എനിക്ക് ഓർമ്മയില്ല. 4 4 6 5 6 5 3 4 അങ്ങനെ ഒരു കൗണ്ട് പറഞ്ഞ ഹെൽത്ത് ക്ലാസ്. 4 3 2 1 അല്ലേ? ഓക്കെ. ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം. പിന്നെ ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടമായി. ഇന്നത്തെ മെഡിറ്റേഷനും പൊതുവെ സൂപ്പറാണ്. ഇത് നമ്മൾ എന്നോ കിട്ടേണ്ട സംഭവങ്ങളാണ്. കാരണം ഒരു 10-25 വർഷം മുമ്പേ കിട്ടേണ്ടതായിരുന്നു. എന്റെ മക്കള്, ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു 18 വയസ്സ് വരെയുള്ളതൊക്കെ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഇത്രയും ഉൾക്കൊണ്ടിട്ടില്ല. അടിപൊളി ക്ലാസ് ആണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ഒന്നാമത് പഠിക്കുക അതൊരു ഭയങ്കര ത്രില്ലാണ്. ഞാൻ EFTയിലേക്ക് എത്തിയതിന് അള്ളാഹുവിന് 1000 നന്ദി പറയുന്നു. പിന്നെ ഇന്നും ഈ പറഞ്ഞ പോലെ കുറെ മൈനസ് തോട്ടിന്റെ ആളാണ്. പക്ഷെ EFTയിലേക്ക് എത്തിയതിന് ശേഷം കഴിഞ്ഞ 12ാമത്തെ ബാച്ചിലാണ് ഞാൻ 11ാമത്തെ ബാച്ചിൽ ഇപ്പൊ കഴിഞ്ഞിറങ്ങിയത്, കഴിഞ്ഞ മാസം. പക്ഷെ കുറെ മാറ്റമുണ്ട്. നെഗറ്റീവ് തോട്ട്സ് ഒരുപാട് കുറഞ്ഞു. എനിക്ക് 2 കുട്ടികളാണ്, 2 ആൺകുട്ടികളാണ്, വാപ്പയില്ല. ഞാൻ അങ്ങനെ വളർത്തിയെടുത്തതാണ്. അവരും നല്ല പൊസിഷനിലൊക്കെ എത്തിച്ചു. അപ്പൊ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ള ഒരു ഫീലും ഉള്ളത് അതിന്ന് മാറി ഇപ്പൊ രാവിലെ നിങ്ങളെ കാണുന്നു, വൈകുന്നേരത്തെ നിങ്ങളെ കാണുന്നു. ഐ ആം വെരി ഹാപ്പി മാം. ഭയങ്കര സന്തോഷായി. ഈ ചിരിക്കുന്ന മുഖങ്ങള്, ഇവിടെ ഉള്ളവരെല്ലാരും ആ സന്തോഷത്തോടെ, പ്രത്യേക PCMമാരെ കാണുന്നത് ഒക്കെ ഭയങ്കര സന്തോഷായി. സ്വന്തം മക്കളെ പോലെ തോന്നുക നിങ്ങളെയൊക്കെ കാണുമ്പോ. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച് മാം. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. ഓരോരുത്തരുടെ റിസൾട്ടും ഓരോരുത്തരുടെ എക്സ്പീരിയൻസും ഒക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കുകയാണ്. എനിക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. എനിക്ക് കാലുവേദന ഉണ്ട്, ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ അത് ചെയ്യാൻ പോകുമ്പോ വേദന കൂടുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു EFT മുഖേന എന്റെ കാലുവേദന മാറും. ഒന്ന് പ്രത്യേകിച്ച് വിഷ്വൽ ചെയ്യണേ. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതിനനുസരിച്ചുള്ള തെറാപ്പികളും കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരുപാട് ആളുകൾക്ക് വലിയ വലിയ വേദനകളൊക്കെ മാറിയതാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും കഴിഞ്ഞ ക്ലാസ്സിന്റെ ഇതാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ നമ്പർ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഒരുവിധം എല്ലാവരും സംസാരിച്ചു എന്ന് വിചാരിക്കുന്നു. സൽമാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ. അപ്പൊ താങ്ക് യു. അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സമയം എല്ലാവരും നോട്ട് ചെയ്തോളൂ. ടാറ്റ, ബൈ ബൈ, സി യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ. Thank you, ma'am.
Thank you, താങ്ക് യു ma'am. മാം. Thank you, thank you, Thank you, ma'am. thank you, Thank very you. much.